ഓക്കെ, കേൾക്കാലോ അല്ലേ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള വാല്യൂ അഡീഷൻ സെഷനാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ബുദ്ധിസം, ജൈനിസം, അജീവികാസ് എന്നുപോലെയുള്ള ഫിലോസഫിക്കൽ ആംഗിളും റിലീജിയസ് ആസ്പെക്ട്സും ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ബേസിക്കലി ഇന്നത്തെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബുദ്ധിസം, ജൈനിസത്തിലും UPSCന്റെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചലഞ്ച് എന്താണെന്നുള്ളത് വെച്ചാൽ UPSCക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ജൈനിസവും ബുദ്ധിസവും. അതുകൊണ്ട് തന്നെ UPSC പല സമയത്തും പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആർക്കും അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷെ പലപ്പോഴും ചില സമയങ്ങളിൽ എന്ത് കിട്ടാറില്ല, ക്വസ്റ്റ്യൻസ് കിട്ടാറില്ല. ചില സമയത്ത് അത് നമുക്ക് അറിയാത്ത ഏരിയയിൽ നിന്നൊക്കെ UPSC ചോദിക്കാറുണ്ട്. അതിനുശേഷം UPSC ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷമാണ് പിന്നീട് നമ്മളത് പഠിക്കാറ്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഇതിനകത്ത് വരാറുണ്ട്. പക്ഷെ എങ്കിലും എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏരിയ കവർ ചെയ്ത് വെച്ച് ഏകദേശം PYQs ഒക്കെ ചോദിക്കുന്ന ഏരിയാസ് നോക്കിയിട്ട് നമ്മൾ കവർ ചെയ്യും. അപ്പം അതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബുദ്ധിസവും ജൈനിസവും അതുപോലെ തന്നെ അജീവികാസ് ഫിലോസഫീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ബേസിക്കലി ബുദ്ധിസം, ജൈനിസം ഇതെല്ലാം ഏത് സമയത്താണ്? ഏകദേശം 6th century BC സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ റിലീജിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഒറിജിൻ ചെയ്യുന്നത് അല്ലെ. ഇപ്പം 6th century ഇപ്പൊ ജൈനിസത്തിന്റെ ബുദ്ധിസം ആണെന്നുണ്ടെങ്കിൽ 563 BC-യിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജൈനിസം ആണെന്നുണ്ടെങ്കിലും ഏകദേശം ആ പീരീഡിൽ തന്നെയാണ്. അപ്പൊ 6th century BC അറൗണ്ട് ആയിട്ടാണ് ഈ റിലീജിയൻസ് എല്ലാം, അതല്ലെങ്കിൽ ബുദ്ധിസവും ജൈനിസവും ഒക്കെ ഒറിജിൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, എന്തുകൊണ്ടാണ് ബുദ്ധിസവും ജൈനിസവും ഒക്കെ ഒറിജിനേറ്റ് ചെയ്യാനുള്ള റീസൺസ് എന്താണ്, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ബിഫോർ അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു റിലീജിയന്റെ റെലവൻസ് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിലേക്ക് നമ്മൾ വിചാരിക്കുന്നത് എന്താ, 6th century BC-യിൽ ഈ ബുദ്ധിസവും ജൈനിസവും അല്ലെ അജീവികാസ് പോലുള്ള കുറച്ച് ഫിലോസഫേഴ്സ് മാത്രമേ ഇമർജ് ചെയ്തിട്ടുള്ളൂന്നായിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു പീരീഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു 6th century BC തൊട്ടിട്ട് ഉള്ള ഒരു പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിലീജിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഏരിയയിൽ ഒറിജിൻ ചെയ്യുന്നുണ്ട്. ഈ നോർത്ത് റീജിയൻ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിലീജിയൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിലീജിയൻസ് ആ സമയത്ത് എമർജ് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്നും നിലനിൽക്കുന്ന റിലീജിയൻ എന്ന് പറയുന്നത് ബുദ്ധിസവും ജൈനിസവും മാത്രമേ ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് റിലീജിയൻസ് ആ സമയത്ത് എമർജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതില് നിലനിൽക്കുന്നു പോകുന്ന റിലീജിയൻ എന്ന് പറയുന്നത് ബുദ്ധിസവും ജൈനിസവും ആണ്. അതിൽ തന്നെ ബുദ്ധിസം കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ ഏകദേശം ഇല്ലാതായിട്ടുണ്ട്. പക്ഷെ വേൾഡിൽ മൊത്തം ബുദ്ധിസം എന്തായിട്ടുണ്ട്, വളർന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പം ഈ ഒരു പീരീഡ് എന്തുകൊണ്ടാണ് 6th century BC-യിൽ ഇത്ര റിലീജിയൻസ് വരാനുള്ള ഒരു റീസൺസ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, വെനെവർ ദർ ഈസ് എ ടെക്നോളജിക്കൽ ചേഞ്ച് വരികയാണെന്ന് വിചാരിച്ചു, ഒരു പ്രൊഡക്ഷൻ. സോ ഈ എക്കണോമി ഈസ് ഈക്വൽ ടു എംപയർ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കണോമി, ഒരു രാജ്യത്തിന്റെ എക്കണോമിയും അതിന്റെ എംപയറും എപ്പോഴും റിലേറ്റഡ് ആണ്. അതായത് ഒരു സ്ട്രോങ് എക്കണോമിക്ക് മാത്രമേ എപ്പോഴും ഒരു സ്ട്രോങ് എംപയറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മൗര്യൻസ് എന്തുകൊണ്ടാണ് സ്ട്രോങ് ആവാൻ കാരണം, ബിക്കോസ് ദേ ഹാവ് എ സ്ട്രോങ് എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അതേപോലെ തന്നെ ഗുപ്താസ് നോക്കിക്കഴിഞ്ഞാൽ, മുഗൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവരൊക്കെ എന്താണ്, എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അവർ എംപയർ വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് എക്കണോമിക്കലായിട്ട് എന്തെങ്കിലും ടെക്നോളജി, എന്തെങ്കിലും പ്രൊഡക്ഷൻ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ പുതിയ റിലീജിയൻസോ അല്ലെങ്കിൽ റിലീജിയൻസിൽ ചേഞ്ചസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പഴയ കാലഘട്ടം നോക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും റിലീജിയസിന്റെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, അന്ന് വെസ്റ്റേൺ യൂറോപ്യനിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുമ്പം യൂറോപ്യനിൽ മേജർ ആയിട്ടുള്ള റിലീജിയൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, കാത്തലിക് ആയിരുന്നു. ഓക്കെ, കാത്തലിക് ക്രിസ്ത്യാനിറ്റി മാറിയിട്ട് ഇതെന്തായി മാറി, നിങ്ങൾക്ക് പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ വരുന്ന കാണാൻ പറ്റും. സോ എന്തുകൊണ്ടാണ് ഈ ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലെ രീതിയിൽ മാറ്റം വരുമ്പോൾ പുതിയ റിലീജിയൻസ് വരാനുള്ള ഒരു റീസൺ, പഴയ റിലീജിയൻസിന്റെ എല്ലാ മൊറാലിറ്റീസും കാര്യങ്ങളും ഷേപ്പ് ചെയ്തിട്ടുള്ളത് പഴയ എക്കണോമിക്കൽ ആക്ടിവിറ്റിക്ക് അനുയോജ്യമായിട്ടായിരിക്കും. പക്ഷെ പുതിയ ടെക്നോളജിക്കൽ, പുതിയ സാധനം, പുതിയ രീതിയിലുള്ള പുതിയ ടെക്നോളജികൾ വരുമ്പോൾ, പ്രൊഡക്ഷൻ രീതികൾ മാറുമ്പോൾ പഴയ റിലീജിയൻ ചിലപ്പം ഇൻവാലിഡ് ആയി പോകും. സോ അതൊരു റീസൺ ആണ് ഇവിടെ ബുദ്ധിസവും ജൈനിസവും ഒക്കെ എമർജ് ചെയ്യാനുള്ള ഒരു വൺ ഓഫ് ദ റീസൺ, ടെക്നോളജിക്കൽ ചേഞ്ചസ് അവിടെ വന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേയുള്ള വേദിക് പീരീഡിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വേദിക് പീരീഡിന്റെ സമയത്ത് നമുക്ക് അയൺ എന്ത് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിച്ചില്ല. അപ്പൊ പോസ്റ്റ് വേദിക്, ലൈറ്റർ വേദിയിലേക്ക് വരുമ്പം ഈ അയണിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോർത്തിന്റെ ഭാഗത്ത് ആര്യൻസ് വന്നു, നോർത്ത് ഇന്ത്യന്റെ ഭാഗത്തുനിന്ന് നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തേക്ക്, അതായത് UP, ബീഹാർ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്തു, നമ്മൾ അയൺ ഉള്ളത് കൊണ്ട് ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഇതുവരെ എന്തായിരുന്നു, തിക് ഫോറസ്റ്റ് ആയിരുന്നു. സോ തിക് ഫോറസ്റ്റ് ആയിരുന്നു, ഈ ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാൻ തുടങ്ങി. ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, കൂടുതൽ ലാർജ് സെറ്റിൽമെന്റ് വന്നു. ഈ ലാർജ് സെറ്റിൽമെന്റ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എക്കണോമി ഇവിടെ ഗ്രോത്ത് വന്നു. എക്കണോമിക്കൽ ഗ്രോത്ത് വരുന്ന സമയത്ത്
എന്ത് ചെയ്യാൻ പറ്റില്ല, അന്ന് ഉണ്ടായിരുന്ന പോലെ ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എക്കണോമി വലുതാവുന്നതിനനുസരിച്ച് എക്കണോമിക്കൽ ആക്ടിവിറ്റി വലുതാവും. എക്കണോമിക്കൽ ആക്ടിവിറ്റി വലുതാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കോയിൻസ് പോലെയുള്ള പുതിയ പുതിയ സാധനങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആദ്യമായിട്ട് പഞ്ച് മാർക്കറ്റ് കോയിൻസ് കാണാൻ പറ്റും. ലൈറ്റർ വേദിക് പീരീഡ് കഴിഞ്ഞ് മൗര്യൻസിന്റെ തുടക്കം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 6th century BC ആകുമ്പോഴേക്കും പഞ്ച് മാർക്ക് കോയിൻസ് കാണാൻ പറ്റും. കാരണം എക്കണോമി എന്ത് ചെയ്തു, വളരെ വലുതായി. അപ്പൊ വളരെ വലുതാവുന്ന സമയത്ത് പണ്ടത്തെ ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ വെച്ചിട്ട് മാത്രം ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല, നമുക്ക് കോയിൻസിന്റെ ആവശ്യം വരുന്നു. സോ പഞ്ച് മാർക്ക് കോയിൻസ് വരുന്നു, ലാർജർ എക്കണോമിക്കൽ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞു ഫോറസ്റ്റ് ക്ലിയർ ചെയ്തു അല്ലെ. ഫോറസ്റ്റ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സെറ്റിൽമെന്റ് വന്നു. സെറ്റിൽമെന്റ് വരുമ്പോൾ നമ്മുടെ മേജർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്. ഈ അഗ്രികൾച്ചറിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ലാൻഡ് എന്താണ്, ലാൻഡ് തിക് ഫോറസ്റ്റ് ആയിരുന്നു. അയൺ വന്നു, നമുക്ക് എന്ത് ചെയ്യണം, അയൺ പ്ലഫ് ചെയ്യണം. പ്ലഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, കാറ്റിൽസ് ആർ ഇമ്പോർട്ടന്റ് അല്ലെ. നമുക്ക് കാറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഉഴുതു മറിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പ്രോബ്ലം വേദിക് പീരീഡില്, വേദിക് പീരീഡിൽ നമ്മൾ ഇറച്ചി കഴിക്കില്ല എന്നൊക്കെ പറയെങ്കിലും വേദിക് പീരീഡില് ഈ കാറ്റിൽ സാക്രിഫൈസ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ ഗോമാതാവിനെ സാക്രിഫൈസ് ചെയ്യാന്ന് പറയുന്നത് പണ്ട് വേദിക് പീരീഡിൽ എന്താണ്, ഇത് വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു സംഭവമാണ്. സോ വേദിക് പീരീഡിൽ ഈ പറയുന്ന പോലെ സാക്രിഫൈസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വേദിക് പീരീഡിനകത്ത് ഈ പശുവിനെയൊക്കെ ഭക്ഷിക്കുക എന്നുള്ളതൊക്കെ വളരെ കോമൺ ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വേദിക് പീരീഡിൽ പശുവിനെ ഭക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത് ഈ എക്കണോമിക്ക് എന്ത് വേണം, ഉഴുതു മറിക്കണമെങ്കിൽ കാറ്റിൽ വേണം. ഉഴുതു മറിക്കാൻ കാറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ പശുവിനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാറ്റിലിനെ കിട്ടില്ല. അപ്പം അന്നത്തെ സമയത്ത് ഈ റിലീജിയൻസിൽ എന്തെങ്കിലും റിഫോംസ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ എക്കണോമിക്ക് ഇവിടെ സ്റ്റേബിൾ ആകാൻ പറ്റുള്ളൂ. അഗ്രികൾച്ചർ എക്കണോമി ഡെവലപ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ കാറ്റിൽസ് വേണം. അല്ലാതെ റിലീജിയസ് ആയിട്ട് നമ്മളിപ്പോ ഇന്ന് വിചാരിക്കില്ലേ ഗോമാതാവിനെ കൊല്ലണ്ടെന്ന് പല ആളുകൾ പറഞ്ഞത് എന്താണ്, റിലീജിയസ് ആയതുകൊണ്ടാണെന്ന് വിചാരിക്കരുത്. അത് ആക്ച്വലി ആ സമയത്ത് എക്കണോമിക്കൽ നീഡ് എന്താണ്, അന്ന് പശുവിനെ കൊന്നു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഡെവലപ്പ് ആവില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അന്നേരം എന്ത് ചെയ്യുന്നത്, കാറ്റിൽസിനെ പ്രൊട്ടക്ട് ചെയ്യണം, കാറ്റിൽസിനെ കഴിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു ഐഡിയോളജിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ വേദിക് പീരീഡിലൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ സാക്രിഫൈസ് കാണാം. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡേൺ പീരീഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ മുഗളുടെ സമയത്ത് അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റിൽ സാക്രിഫൈസസ് ബാൻ ചെയ്യുന്നുണ്ട്. അക്ബറിന് ഇപ്പൊ റിലീജിയസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടാണോ? അല്ല, അവിടെ എക്കണോമിക്കലി ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ കാറ്റിൽ വേണമെന്ന് തോന്നുമ്പോൾ കാറ്റിലിന്റെ പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈവൻ കാറ്റിൽ സ്ലോട്ടറിംഗ് ഒക്കെ, കൗ സ്ലോട്ടറിംഗ് ഒക്കെ ബാൻ ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾ ഇപ്പൊ പറയാറുണ്ട് ഈവൻ നിങ്ങൾ നോക്കിക്കോ അക്ബർ വരെ ബാൻ ചെയ്തില്ലേ എന്നൊക്കെ. പക്ഷെ ഇതെല്ലാം എക്കണോമിക്കിന്റെ ആസ്പെക്ട്സ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് രീതിയിലുള്ള ആളുകൾ തിരിച്ചു വരുന്നുണ്ട് അല്ലെ. ഒന്ന്, ഇവിടെ അഗ്രികൾച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, പശുവിനെ വേണം. അപ്പൊ വേദിക് പ്രാക്ടീസസ് ആയ കാറ്റിൽ സാക്രിഫൈസസ് എന്നുള്ള കാര്യങ്ങൾ നിർത്തി കഴിഞ്ഞാൽ മാത്രമേ അഗ്രികൾച്ചർ ഗ്രോ ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ട്രേഡിംഗ് എക്കണോമി ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രേഡിംഗ് എക്കണോമി വളർന്നു വരുന്നുണ്ട്. ട്രേഡേഴ്സ് ബേസിക്കലി എവിടെയാണ് കൂടുതൽ ആരായിട്ട് വരുന്നത്, നമുക്കറിയാം അന്നത്തെ സൊസൈറ്റി വർണ്ണ സിസ്റ്റത്തിന്റെ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് രീതിയിൽ തിരഞ്ഞെടുത്തിരുന്നു. ബ്രാഹ്മിൻസ് ഉണ്ട്, ക്ഷത്രിയാസ് ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ നമുക്ക് വൈശ്യാസ് ഉണ്ട്, ശൂദ്രാസ് ഉണ്ട്. ഈ വൈശ്യാസ് ആണ് കൂടുതലായിട്ട് ട്രേഡേഴ്സ് ആയിട്ട് വരുന്നത്. സോ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിക്ക് ഡൊമിനൻസ് കിട്ടുന്നു. ട്രേഡിംഗ് കമ്മ്യൂണിറ്റിക്ക് എക്കണോമിക്കലി ദേ ആർ വെൽ ഓഫ്. ട്രേഡിംഗ് കമ്മ്യൂണിറ്റി എന്ത് എക്കണോമിക്കലി വെൽ ഓഫ് ആണ് എന്നുണ്ടെങ്കിലും സോഷ്യൽ സ്ട്രക്ചറിന്റെ ഇടയിൽ അവർ മൂന്നാമതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് വേണം, ദേ നീഡ് ആൻ അപ്ലിഫ്റ്റ്മെന്റ് അല്ലെ. അവർക്ക് മുന്നോട്ട് കയറി വരണം, അവർക്ക് ബെറ്റർ സോഷ്യൽ സ്റ്റാറ്റസ് വേണം. ഇത് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും. നിങ്ങൾ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് 1950 നോക്കിയേ. ഇൻഡിപെൻഡൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്, സെൻട്രൽ ഭരിച്ചിരുന്ന ആരായിരുന്നു, സെൻട്രലും സ്റ്റേറ്റും ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയിരുന്നു. ഓക്കെ, ഒറ്റ പാർട്ടികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സോ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബോത്ത് ദ പാർട്ടീസ് ടിൽ 1965 1970 വരെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. പക്ഷെ 1970 ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് പാർട്ടികൾ സ്റ്റേറ്റിൽ വരുന്ന കാണാൻ പറ്റും. സെൻട്രൽ കോൺഗ്രസ് തന്നെയായിരുന്നു, പക്ഷെ സ്റ്റേറ്റിൽ എന്തുണ്ട്, ഡിഫറെന്റ് പാർട്ടീസ് വരാൻ തുടങ്ങി. കാരണം എന്താന്ന് പറയാൻ പറ്റുമോ? നയൻറ്റീൻ സെവൻറ്റീന് ശേഷം സ്റ്റേറ്റ് പാർട്ടീസ് വരാൻ, റീജിയണൽ പാർട്ടീസ് വരാനുള്ള റീസൺ നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇല്ല, ഡീസെൻട്രലൈസേഷൻ അല്ല. 1971 നമ്മൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഗ്രീൻ റെവല്യൂഷൻ. ഓക്കെ, ഗ്രീൻ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഇവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ആളുകൾക്കൊക്കെ ദേ ഗോട്ട് ലോട്ട് ഓഫ് വെൽത്ത്. വൺസ് യു ഗോട്ട് ദ വെൽത്ത് യു നീഡ് എ സ്റ്റാറ്റസ്. ദേ സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് പൊളിറ്റിക്കൽ പവർ ആഫ്റ്റർ ഗെറ്റിംഗ് എന്ത് ചെയ്യാൻ തുടങ്ങി, വെൽത്ത് കിട്ടിയ സമയത്ത്. സെയിം തിങ്സ് ഹാപ്പൻഡ് ഹിയർ ഓൾസോ.
പണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ 6th century വൈശ്യാസിന് എന്ത് ചെയ്തു? വൈശ്യാസ് ഗെറ്റിംഗ് മണി ബിക്കോസ് എക്കണോമി ഈസ് ഗ്രോയിങ് ആൻഡ് ഓൾസോ ദർ ഈസ് പോയിന്റ്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുറച്ചുകൂടി എന്താണ് മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് എക്കണോമിക് ഗ്രോത്ത് വന്നു. ദേ ബിക്കം റിച്ച്. വൺസ് ദേ ബിക്കം റിച്ച് ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു മൂവ് അപ്വേർഡ്. സോ ദേ നീഡ് സംതിങ് ന്യൂ ഹിയർ. സോ ദീസ് റീസൺസ്, ഒന്ന് വർണ്ണ സിസ്റ്റം, 2 അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റ്, 3 കാറ്റിൽ പ്രൊട്ടക്ഷൻ, ഇതിന്റെ എല്ലാം റീസൺ ആയിട്ട് റിയാക്ഷൻ ആയിട്ടാണ് റിലീജിയൻസ് ലൈക്ക് ബുദ്ധിസം ആൻഡ് ജൈനിസം എമർജ് ചെയ്യുന്നത്. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിങ്ങൾക്ക് ഹിസ്റ്ററി ഈസ് ലൈക്ക് നമ്മൾ പറയും ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന വെറുതെ അല്ല. പല സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഹിസ്റ്ററി ഇതേപോലെ നമ്മളിപ്പം റിപ്പീറ്റ് ആയിട്ട് കാണാൻ പറ്റും. സോ ഇനിഷ്യലി നമുക്ക് എന്തുകൊണ്ട് ബുദ്ധിസത്തെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് പഠിക്കാം. സോ വാട്ട് ഈസ് ബുദ്ധിസം എന്നുള്ളതാണ്. ബുദ്ധിസം ഇനിഷ്യലി നിങ്ങൾക്ക് അറിയാലോ, അന്നത്തെ ആളുകൾ എല്ലാവരും അവരെന്ത് ചെയ്യും? നേരത്തെ കല്യാണം കഴിക്കും. നേരത്തെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഇപ്പം ഒരു 16 വയസ്സ് 15 വയസ്സിലേക്ക് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് ഒരു 10-15 കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും ഒരു 10-15 വർഷം കഴിയുമ്പോൾ തന്നെ അവർക്ക് 30 വയസ്സാകുമ്പോഴേക്കും അവർക്ക് കുട്ടികളും ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ കല്യാണം വെറുത്തിട്ടും ഉണ്ടാവും. അപ്പം ഈ സ്വാഭാവികമായിട്ട് കല്യാണം വെറുക്കുന്ന സമയത്ത് അന്നത്തെ എല്ലാ കല്യാണം വെറുത്ത ടീംസും എന്ത് ചെയ്യും? നാട് വിട്ട് ഇറങ്ങുക എന്നുള്ളതിനെ, കാട്ടിൽ പോയി ജീവിക്കുക, സ്വൈര്യമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ഹോബി. അങ്ങനെ പോലെ ഹോബി ആയിട്ട് പോയിട്ടുള്ള ആള് തന്നെയാണ് ബുദ്ധ എന്ന് പറയുന്ന, സിദ്ധാർത്ഥ എന്ന് പറയുന്ന ആള്. സോ ഹി ഈസ് ഓൾസോ ബോൺ ഇൻ 563 BC അദ്ദേഹം ജനിക്കുന്നത്. സോ റോയൽ ഫാമിലിയിലായിരുന്നു. ഹി ഈസ് ഓൾസോ ക്ഷത്രിയ ഗ്രൂപ്പാണ്. ഇനി എന്താണ് ക്ഷത്രിയ ഗ്രൂപ്പിൽ നിന്ന് ഇവരൊക്കെ വരാൻ കാരണം? നിങ്ങളിപ്പം ജൈനിസം നോക്കിയാലും ബുദ്ധിസം നോക്കിക്കഴിഞ്ഞാലും ക്ഷത്രിയാസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. ക്ഷത്രിയാസിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വൈശ്യാസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവരെ കൂടുതൽ ഫണ്ട് ചെയ്യുന്നത്, ഇവരെ ഫോളോവേഴ്സും വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മിൻസിനെ നമുക്ക് കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈശ്യാസ് കൗണ്ടർ ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. ക്ഷത്രിയാസ് തൊട്ട് താഴെയുള്ളവരാ. ആൻഡ് ക്ഷത്രിയാസിനും എന്തുണ്ട്? ദർ ഇസ് എ പ്രോബ്ലം ബിക്കോസ് ബ്രാഹ്മിൻസ് ആണ് കംപ്ലീറ്റ്ലി ഡൊമിനേറ്റ് ചെയ്യുന്നത്. ബ്രാഹ്മിൻസ് എന്താണ്? റിലീജിയൻ ഭയങ്കര റിച്വലിസ്റ്റിക് ആണ്. അപ്പൊ ക്ഷത്രിയാസ് വരുമ്പോഴേക്കും എന്ത് ചെയ്യും? ഇവരെല്ലാവരും ക്ഷത്രിയാസിന്റെ കൂടെ പോകും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഈസ് ഓൾസോ ബോൺ ഇൻ എ റോയൽ ഫാമിലി. സംഖ്യ ക്ലാനിലാണ് ബോൺ ചെയ്തിട്ടുള്ളത്. ലുംബിനിയിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ബേസിക് ഫാക്ട് ആയിരിക്കും. സോ അറ്റ് ദ ഏജ് ഓഫ് 29 എന്ത് ചെയ്തു? ഇയാൾ വീട് വിട്ടിറങ്ങുകയാണ്. അന്നേരമുള്ള വെൽത്തും ഈ രാജാവായിരുന്നു ഇയാൾ, ഇതെല്ലാ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? അസറ്റിസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിന്റെ ആവശ്യമായിട്ട് റിയൽ മീനിങ് ഓഫ് ലൈഫ് എന്താണ്, ആളുകൾക്ക് എങ്ങനെയാണ് പെയിൻ മാറ്റാൻ പറ്റുക, ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്വപ്നം കാണുന്നുണ്ട് അല്ലെ? ഒരു ഓൾഡ് മാനെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അയാൾ ഒരു ഡെഡ് ബോഡിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനലി ഒരാൾ പഠിപ്പിക്കുന്ന ഒരു പ്രീച്ചിങ് ചെയ്യുന്ന കാണുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഇയാൾക്ക് മനസ്സിലായി ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിങ് ആണ്. ആ സഫറിങ് എങ്ങനെ എൻഡ് ചെയ്യാം എന്നുള്ളതിന്റെ മീനിങ്ങും അതിന്റെ നിർവ്വാണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ തേടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇയാള് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഇയാൾ പോയിട്ട് ഇയാൾക്ക് ബേസിക്കലി എത്തുന്ന വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ബുദ്ധനെ സംബന്ധിച്ചോളം ബുദ്ധ ജൈനനെക്കാട്ടും പെട്ടെന്ന് എൻലൈറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് ഒരു 35 വയസ്സായപ്പോ തന്നെ, 29 വയസ്സിലിറങ്ങി 35 വയസ്സായപ്പോ തന്നെ എന്ത് ചെയ്തു? പുള്ളിക്ക് എൻലൈറ്റ്മെന്റ് കിട്ടി. സോ എൻലൈറ്റ്മെന്റ് കിട്ടിയത് ബോധ്ഗയയിലായിരുന്നു. ബോധ്ഗയ എന്ന് പറയുന്ന വില്ലേജിലാണ് എൻലൈറ്റ്മെന്റ് കിട്ടുന്നത്. സോ അതിനുശേഷം എൻലൈറ്റ്മെന്റ് കിട്ടിയ കാര്യം ഇത് നാട്ടുകാരോട് പറയണ്ട, എൻലൈറ്റ്മെന്റ് കിട്ടി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇയാൾക്ക് കുറച്ച് ലേണിങ്സ്, ഇയാൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ട്, ലൈഫിന്റെ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയണല്ലോ. അതിന് പുള്ളി ആദ്യമായിട്ട് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പുള്ളിന്റെ ഫസ്റ്റ് ടീച്ചിങ് വരുന്ന സ്ഥലമാണ്, ഫസ്റ്റ് ശ്രമം നടക്കുന്നത് സർനാഥ് വില്ലേജിലാണ് നടക്കുന്നത്. സോ ഈ സർനാഥ് വില്ലേജിൽ തന്നെയാണ് നമുക്ക് ലൈറ്റർ ആയിട്ട് അവിടെ നമുക്കൊരു ലയൺ ക്യാപിറ്റലും കാണാൻ പറ്റും. സോ ഈ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ശ്രമനെയാണ് നമ്മൾ പറയുക ധർമ്മചക്ര പരിവർത്തന എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇങ്ങനെ എന്ത് ചെയ്തു? ബുദ്ധയ്ക്ക് എൻലൈറ്റ്മെന്റ് കിട്ടുന്നു. ഓക്കെ, ഇനി ബുദ്ധന്റെ ജേർണിനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധന്റെ ജേർണി 5 കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ ജേർണിയിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോട്ടസ് ആൻഡ് ബുള്ളാണ് ഫസ്റ്റ് സിഗ്നിഫിക്കൻസ്. ലോട്ടസ് ആൻഡ് ബുള്ള് പറയുന്നത് എന്താണ്? ബുദ്ധന്റെ ജനനമാണ്. സോ ഇവിടെ സിംബിളൈസ് ചെയ്യുന്നത് ബുദ്ധന്റെ ആ ഒരു വെൽത്ത്, അല്ലെങ്കിൽ ബുദ്ധ ജനിക്കുന്ന സമയത്ത് ബുദ്ധയ്ക്ക് കിട്ടുന്ന പ്യൂരിറ്റി, സ്ട്രെങ്ത്, വെൽത്ത്. ബർത്ത് സമയത്ത് ബുദ്ധ എന്താണ്? ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ജനിക്കുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ബുദ്ധാസ് ലൈഫ് എന്ന് പറയുന്നത് ഹോഴ്സ് ആയിട്ടാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. ഹോഴ്സ് എന്ന് പറയുന്നത് ഈ വേൾഡി പ്രഷർ എന്ത് ചെയ്യാണ്? പുള്ളി റിനൗൺസ് ചെയ്യാണ്. പുള്ളിക്ക് എന്ത് ചെയ്യേണ്ട? ഈ കൊട്ടാരവും രാജ്യവും ഒന്നും വേണ്ടത്, ഇതൊക്കെ ഇട്ടിട്ട് പോകുന്നു. ബോധി ട്രീ എന്താണ്? പുള്ളിയുടെ എൻലൈറ്റ്മെന്റ് പീരീഡ് ആണ്. ബോധി ട്രീന്റെ അണ്ടറിൽ ഇരുന്ന്, അല്ലെങ്കിൽ പൈപ്പൽ ട്രീന്റെ അണ്ടറിൽ ഇരുന്നാണ് പുള്ളി എന്ത് ചെയ്യുന്നത്? പുള്ളി ഈ എൻലൈറ്റ്മെന്റ് നോക്കുന്നത്. പുള്ളി ബേസിക്കലി എല്ലാ വില്ലേജ് ടു വില്ലേജ് ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. ഭയങ്കര മസിൽമാൻ ആയിട്ടുള്ള ഒരു ഫ്രീക്കനായിട്ടുള്ള ചങ്ങായിയാണ് ബുദ്ധ. ബേസിക്കലി ഒരു ദിവസം 30 കിലോമീറ്റർ 40 കിലോമീറ്റർ ഒക്കെ ബുദ്ധിക്ക് നടക്കാൻ പറ്റും. അത്രയും ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര ഫിറ്റ് ബോഡിയൊക്കെയാണ്. അപ്പൊ ബോധി ട്രീന്റെ അണ്ടറിൽ പോയിട്ടാണ് മച്ചാനി പിന്നീട് എന്ത് ചെയ്യുന്നത്? ഈ നടത്തമൊക്കെ നിർത്തിയിട്ട് പിന്നീട് പുള്ളി എൻലൈറ്റ്മെന്റിന് ഇരിക്കുന്നത്. ആൻഡ് പിന്നീട് ധമ്മചക്ര പരിവർത്തന എന്നുള്ളതാണ് നെക്സ്റ്റ് സിമ്പിൾ. അത് നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ശ്രമമാണ്. ആദ്യമായിട്ട് ബുദ്ധന് എന്ത് ചെയ്തത്? ഈ നിർവ്വാണം കിട്ടിയതിന് ശേഷം പുള്ളി എന്ത് ചെയ്യാണ്?
പ്രസംഗിക്കുന്ന സമയം ഇതാണ്. ആൻഡ് ദ ഫൈനൽ പുഡ്ലിന്റെ ഡെത്ത് അല്ലെങ്കിൽ നിർവാണ, ഫൈനൽ നിർവാണ അല്ലെങ്കിൽ മഹാപരിനിർവാണ എന്ന് ഇതിനെ വിളിക്കും. ഇത് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഫുട് പ്രിന്റ് കൊണ്ട് സിംബോളൈസ് ചെയ്യുന്നത്. സോ ബുദ്ധന്റെ ലൈഫ് പല സിമ്പിൾസ് കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സിമ്പിൾസ് എന്താന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. മഹാപരി നിർവാണ. സോ ഈ സിമ്പിൾസ് ഓർത്ത് വെക്കുക. ഓക്കെ. സോ ലോട്ടസ് ആൻഡ് ബുൾ ഉണ്ട്, ഹോഴ്സ് ഉണ്ട്, ബോധി ട്രീ, ധമ്മചക്ര പരിവർത്തന, അതുപോലെ തന്നെ ഫുട് പ്രിന്റ്സ് ആയിട്ടാണ് ഇടുന്നത്. ആൻഡ് 3 jewels ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ. ഒന്ന് ബുദ്ധ എന്ന് പറയുമ്പോൾ എന്താണ്, ബുദ്ധ ഈസ് ദ ടീച്ചർ ആൻഡ് ഫൗണ്ടർ ഓഫ് ബുദ്ധിസം. സോ ബുദ്ധയാണ് 1 jewels ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ധമ്മയാണ്. ധമ്മയിൽ എന്താണ്, ടീച്ചിങ്സ് ആൻഡ് എൻലൈറ്റ്മെന്റ് ഓഫ് ബുദ്ധയാണ് ധമ്മയിൽ നമ്മൾ പറയുന്നത്. ദെൻ സംഘ ആസ്പെക്ട് ഓഫ് ബുദ്ധിസം വരുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിറ്റി, മോങ്സ്, സംഘം, ഓക്കെ, മോങ്സിന്റെ കമ്മ്യൂണിറ്റി, അവരുടെ അസോസിയേഷനെയാണ് നമ്മൾ സംഘ എന്ന് വിളിക്കുന്നത്. സോ ഈ 3 കാര്യങ്ങളാണ് ദ കോർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ 3 jewels ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നത്. ബുദ്ധ, ധമ്മ, സംഘ എന്നുള്ള 3 കാര്യങ്ങളാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട്, ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധ 4 നോബിൾ ട്രൂത്ത്സ് ആണ് ഫൈൻഡ് ചെയ്യുന്നത്. ബേസിക്കലി ട്രൂത്ത് എന്താണ് ഫൈൻഡ് ചെയ്യുന്നത്, എല്ലാ ആളുകളും പ്രശ്നത്തിലാണ്, ദുഃഖത്തിലാണ്. UPSC ആസ്പിറൻസിന്റെ ലൈഫ് പോലെയാണ്. എവരിബഡി ഈസ് ഇൻ ദുഃഖ. ഓക്കെ, ട്രൂത്ത് ഓഫ് സഫറിംഗ് ആണ്. സോ അക്കോർഡിംഗ് ടു ബുദ്ധിസം, സഫർ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫിൽ സഫർ ചെയ്യുന്നുണ്ട്. ദർ ഈസ് എ പ്രോബ്ലം, എല്ലാവർക്കും പ്രശ്നങ്ങളാണ്, സാഡ് ആണ്, എവരിബഡി ഈസ് എക്സ്പീരിയൻസിങ് സാഡ്നെസ്. അതിന് അത് കഴിഞ്ഞിട്ട് സമുദായമാണ്. സമുദായത്തിൽ പറയുന്നത് ദ റീസൺ ഫോർ സഫറിങ് എന്താന്നുള്ളതാണ്. സോ എല്ലാവരും സാഡ് ആണ് ആൻഡ് റീസൺ ഫോർ സഫറിങ് എന്താണ്, നമുക്ക് റാങ്ക് വേണം. ഇതാണ് എല്ലാവരും സഫർ ചെയ്യാനുള്ള റീസൺ. സോ ഡിസയേഴ്സ് ആണ്, നമുക്ക് എങ്ങനെ ചെയ്യണം, നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണം, നമുക്കുള്ള ആഗ്രഹങ്ങളാണ്. മെറ്റീരിയൽ തൃഷ്ണ, അല്ലെങ്കിൽ നമുക്കിതിനെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയുള്ള ആഗ്രഹങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പെയിൻഫുള്ളിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ സഫറിങ് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിരോധ എന്നുള്ള വേർഡ് പഠിക്കുന്നത്, അറ്റൈൻമെന്റ് ഓഫ് നിർവാണ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നിർവാണ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പെയിനിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. സോ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബർത്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജനിക്കുന്നുണ്ട്, ജനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലൈഫ് ഈസ് കൈൻഡ് ഓഫ് എ ബർത്ത് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡെത്തിലേക്ക് പോകുന്നു. ഈ സർക്കിളിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വി നീഡ് ടു ഗെറ്റ് നിർവാണ. ഓക്കെ. ഇനി ഈ നിർവാണ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, ബുദ്ധ പറയുന്നത് ദർ ആർ അഷ്ടാംഗ മാർഗ, 8 ഫോൾഡ് പാത്ത് ഉണ്ട്. ഈ പാത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സഫറിംഗിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമ്മളെ പോലെ UPSC ആസ്പിറൻസിനെ പോലെ എന്താണ്, എന്നും പെയിൻ ആണ്. അതെന്തുകൊണ്ടാണ്, റാങ്ക് വേണം. ഈ റാങ്കിൽ നിന്നൊക്കെ നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റാങ്ക് വേണ്ടെന്ന് വിചാരിച്ച് ജീവിച്ചിട്ട് നമ്മൾ അഷ്ടാംഗ പാത നോക്കണം. അതായത് റീഡിങ് ലക്ഷ്മികാന്ത്, റീഡിങ് എക്കണോമിക്സ്, ഹിസ്റ്ററി സ്റ്റഡിങ്. ഓക്കെ, ഇതാണ് അഷ്ടാംഗ പാത. അതായത് എന്താണ്, റൈറ്റ് വ്യൂ, അതുപോലെ റൈറ്റ് ഇന്റൻഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലിവ്ലിഹുഡ്, റൈറ്റ് എഫോർട്ട്, റൈറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് റൈറ്റ് മൈൻഡ്ഫുൾനെസ്. സോ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്താന്ന് പറയുന്നത്, നിങ്ങൾക്കും ഈ നിർവ്വാണയിലേക്ക് എത്താനുള്ള മാർഗമാണ്. ഈ പാത്ത്, 8 ഫോൾഡ് പാത്ത് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് ബുദ്ധിസം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 5 ഓളം വരുന്ന എത്തിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഈ എത്തിക്കൽ പെർസ്പെക്റ്റീവ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ മാത്രമല്ല, ഹിസ്റ്ററിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് എവിടെ എഴുതാം, എത്തിക്സിന്റെ ആൻസേഴ്സിലൊക്കെ എഴുതാം കേട്ടോ. സോ ഇവിടെ ഈ പഠിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ അവിടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫിലോസഫിക്കൽ ആംഗിൾസ്, ബുദ്ധിസ്റ്റ് ഫിലോസഫിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ആംഗിൾ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. ഫസ്റ്റ് പാർട്ട് ഈസ് വയലൻസ് എന്നുള്ളതാണ്. അബ്സ്റ്റെയിൻ ഫ്രം ഫിസിക്കൽ ആൻഡ് ഹാം അഗ്രഷൻസ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വയലൻസ് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, ആളുകളുടെ മോഷണം, സ്റ്റീലിംഗ് ചെയ്യാൻ പാടില്ല, സെക്ഷൽ മിസ്കണ്ടക്ട്, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ബാക്കിയുള്ള ജെൻഡറുമായിട്ട് സെക്ഷലി എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ പാടില്ല, ലൈയിങ് ആൻഡ് ഗോസിപ്പിംഗ്, നുണ പറയാനോ പരദൂഷണം പറയാനോ പാടില്ല. അതുപോലെ തന്നെ ഇൻടോക്സിക്കന്റ് സബ്സ്റ്റാൻസസ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. ഈ 5 എത്തിക്കൽ കണ്ടക്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യണം ബുദ്ധിസത്തിലേക്ക് വരുന്ന സമയത്തേക്ക്, ബുദ്ധിസം എന്ന് പറയുന്നത്. സോ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് എന്ന് പറയുന്നത്, ഇതിന്റെ ബുദ്ധ മരിച്ചതിന് ശേഷം ഉള്ള സിറ്റുവേഷൻ ആണ്. ബുദ്ധ മരിച്ച ഉടനെ തന്നെ ഒരു ബുദ്ധിസ്റ്റ് കൗൺസിൽ, ടോട്ടലി ബുദ്ധിസത്തിന് 4 ബുദ്ധിസ്റ്റ് കൗൺസിലാണ് വരുന്നത്. സോ ഈ ബുദ്ധ മരിച്ച ഉടനെ ലിറ്ററേച്ചറൽ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബുദ്ധ മരിച്ച ഉടനെ 483 BC തന്നെ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ അറൌണ്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടീച്ചിങ്സിന്റെ ബുദ്ധന്റെ ടീച്ചിങ്സിനെ 3 ബുക്കുകളാക്കിയിട്ടാണ് മാറ്റുന്നത്. ഓക്കെ. സോ 1 വിനയ പീഠക, 2 സുത്ത പീഠക, 3 അഭിധാന പീഠക. ഓക്കെ. ഈ 3 പീഠകളായിട്ട് എന്ത് ചെയ്യുന്നു, ബുദ്ധന്റെ കംപ്ലീറ്റ്ലി ബുദ്ധിസത്തിന്റെ ടെക്സ്റ്റ് ബുക്കിന് നമ്മൾ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതില് വിനയ പീഠിക അല്ലെങ്കിൽ സുത്ത പീഠിക നോക്കിയ, വിനയ പീഠിക എന്ന് പറയുന്നത് എന്താ, പീഠക എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, വിനയം അല്ലെ. വിനയം എന്ന് പറയുമ്പോൾ അത് ആര് കാണിക്കേണ്ടതായിരിക്കും, ബുദ്ധിസ്റ്റ് മോങ്കുകൾ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ഫോളോവേഴ്സ് കാണിക്കേണ്ടതായിരിക്കില്ലേ. അപ്പൊ നമ്മൾ വിനയം കാണിക്കുക. അപ്പൊ ഈ വിനയ പീഠകയിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക,
ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് കണ്ടക്ട് ആണ്. അവരെങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, അവരെങ്ങനെയൊക്കെയാണ് ആളുകളോട് പെരുമാറേണ്ടത്, അവർ ചെയ്യേണ്ട പ്രാക്ടീസസ് എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നതാണ് വിനയപീഠക. ഓക്കെ, ആ വേർഡ് തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വിനയം കാണിക്കുക. അപ്പൊ ആളുകൾ എന്ത് ചെയ്യണം, മോങ്സ് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്നതാണ് വിനയപീഠക. രണ്ടാമത്തെ ബുക്കാണ് സുപ്തപീഠക എന്ന് പറയുന്നത്. സുപ്തപീഠക അല്ലെങ്കിൽ ധമ ഓഫ് ബുദ്ധ എന്ന് പറയുന്നത് എന്താണ്, ബുദ്ധന്റെ ടീച്ചിങ്സ് ആണ്, ബുദ്ധന്റെ ഫിലോസഫീസ് ടീച്ചിങ്ങിനെയാണ് നമ്മൾ സുപ്തപീഠക എന്ന് വിളിക്കുന്നത്. വിനയപീഠക എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് മോണസ്ട്രീസ്, ആ ഡിസ്പ്ലേസ് ആണ്, അവരുടെ ഫോളോവേഴ്സിന്റെ കോഡ് ഓഫ് കണ്ടക്ട് ആണെങ്കിൽ സുപ്തപീഠക എന്ന് പറയുന്നത് ബുദ്ധിസത്തിന്റെ ടീച്ചിങ്ങിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ആയിട്ട് ബുദ്ധന്റെ ടീച്ചിങ്ങിനെ അല്ലെങ്കിൽ ബുദ്ധന്റെ മെസ്സേജിനെ ഉൾക്കൊള്ളിച്ചതാണ്. അതിനകത്ത് ഒരുപാട് ഡിവിഷൻ ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് നിക്കായാസ് ഉണ്ട്, ബേസിക്കലി ദിഗ്ഗ നിക്കായാസ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് നിക്കായ എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിസമായി റിലേറ്റ് ചെയ്യുന്ന ഫിലോസഫി ആണെന്നുള്ളതും അത് സുപ്തപീഠകന്റെ ഡിവൈഡ് ചെയ്ത് വരുന്ന സാധനമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഓരോന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പഠിക്കേണ്ട കാര്യമില്ല. പ്രിലിംസിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. മജ്ജിമ പീഠിക, സംയുക്ത നിക്കായ, അനുഗാതര നിക്കായ, കുതാക നിക്കായ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നിക്കായ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്, സുപ്തപീഠകന്റെ ഭാഗമായിട്ട് പഠിക്കാം. ഓക്കെ, അഭിധാമ പീഠക എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ അനാലിസിസ് ആണ്, ബുദ്ധന്റെ ടീച്ചിങ്ങിന്റെ ഫിലോസഫിക്കൽ അനാലിസിസ് ആണ്. പക്ഷെ ഇത് നമ്മൾ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ തന്നെ നമ്മളത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആവുന്നത് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലൊക്കെ ആവുമ്പോഴേക്കാണ് കേട്ടോ. സോ ബുദ്ധിസ്റ്റ് കൗൺസിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്ന 483 BC ഈ 483 BC അന്നത്തെ കിങ് എന്ന് പറയുന്ന അജാത ശത്രുവിന്റെ കീഴിലാണ് എന്ത് നടക്കുന്നത്, ഈ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് രാജഗൃഹയിലാണ്. മഹാകസബയാണ് അന്നത്തെ പ്രസിഡന്റ്, അതായത് ബുദ്ധിസ്റ്റ് ഡിസിപ്ലിനിലെ അന്ന് പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മഹാകസബയാണ്. സോ ഈ സമയത്താണ് സുപ്തപീഠകയും വിനയപീഠകയും ഒക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിലാണ് ഇത് വരുന്നത് കേട്ടോ, നമ്മൾ നേരത്തെ കണ്ട ടെക്സ്റ്റ് ബുക്കുകൾ വരുന്നത്. സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വരുന്നത് 383 BC ആണ്, ഏകദേശം 100 വർഷം കഴിഞ്ഞു. അപ്പൊ അവിടെ കാലശോകയിൽ വെച്ച്, കാലശോകയാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത് കിങ് എന്ന് പറയുന്നത്, വൈശാലിയിൽ വെച്ചാണ് നടക്കുന്നത്, സഭാഗാമിയാണ് പരിപാടികൾ നടത്തുന്നത്. ഇവിടെ ബുദ്ധിസം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് ബുദ്ധിസത്തിൽ ഒരു സ്പ്ലിറ്റ് വരുന്നുണ്ട്. ബുദ്ധിസത്തിൽ മഹായാന എന്നുള്ളൊരു ബുദ്ധിസവും അതേപോലെ തന്നെ സ്ഥിരവാഡിയൻസ് ഓർ തേരവാഡ, ഇതൊക്കെ ഒന്നാണ്. സ്ഥിരവാഡിയൻസ് ഓർ തേരവാഡ എന്നൊക്കെ പറഞ്ഞ ഒരേ സാധനം തന്നെയാണ്. ഇങ്ങനെ രണ്ടായിട്ട് ബുദ്ധകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിസ്റ്റ് ഫിലോസഫീസ് സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആകുമ്പോൾ ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് ആസ്പെക്ട്സിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ ഒത്തുപോകാതെ ഇവർ രണ്ടായിട്ട് ഇതിനകത്ത് പിരിയാണ് സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആയപ്പം. തേർഡ് വരുന്നത് അശോകന്റെ സമയത്താണ്. സോ അശോകന്റെ സമയത്ത് അശോക പാട്ലിപുത്രയിൽ നടത്തുന്നു, മൊഗലിപുത്ര സ്ഥിതിയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഫൈനൽ ആയിട്ടുള്ള അഭിധാമ പീഠക എന്ന് പറയുന്ന ബുക്ക് ഫൈനൽ ആയിട്ട് വരുന്നത്. സോ ഇനിഷ്യലി തന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനലി ആ ബുക്ക് വരുന്നത് ഏതാണ്, തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആകുമ്പോഴേക്കാണ് ഫിലോസഫി ഓഫ് ബുദ്ധ എന്ന് പറയുന്ന അഭിധാമ പീഠക കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ആൻഡ് ദ ഫൈനൽ ബുദ്ധിസ്റ്റ് കൗൺസിൽ കനിഷ്കയാണ് നടത്തുന്നത്, കാശ്മീർ വെച്ചാണ്. ഇവിടെ ബുദ്ധിസം എന്ത് ചെയ്യുന്നു, ഫൈനൽ ആയിട്ട് മഹയാന ആൻഡ് ഹീനയാന എന്ന് പറയുന്നതായിട്ട് തിരിയുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മഹയാന ആൻഡ് ഹീനയാന അല്ലെങ്കിൽ മഹയാന ആൻഡ് തേരവാഡ അല്ലെങ്കിൽ സ്ഥിരവാദിൻ സൈഡ് ബുദ്ധിസം എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യമേ മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസത്തിന് 2 സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് ആണ് വരുന്നത്. ഈ തേരവാഡ ബുദ്ധിസം ഉണ്ടാവുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ശ്രീലങ്കയിലാണ് ബേസിക്കലി, സോ ഇന്ത്യയിലല്ല. അപ്പൊ ഈ ശ്രീലങ്കയിൽ ഉണ്ടാകുന്ന ഈ ബുദ്ധിസം മഹയാന ബുദ്ധിസത്തിൽ ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് ടീച്ചിങ്സിൽ കുറച്ച് മാറ്റം വരുത്തും. ഇവർ മഹയാന ബുദ്ധിസം പറയുന്നത്, ഈ മഹയാന ബുദ്ധിസത്തിന് നമ്മൾ ഗ്രേറ്റ് വെഹിക്കിൾ എന്ന് വിളിക്കില്ലേ, ഇത് ആര് വിളിക്കുന്നതാണ്, ഈ മഹായാന ബുദ്ധിസക്കാര് അവരെ തന്നെ വിളിക്കുന്നതാണ് ഗ്രേറ്റ് വെഹിക്കിൾ. അപ്പൊ ബാക്കിയുള്ളവരെ ഇവര് തന്നെ വിളിക്കുന്നതാണ്, അല്ലാതെ ഹീനയാനക്കാർ പറയുന്നതല്ല ഇവര് ലിറ്റിൽ വെഹിക്കിൾ ആണെന്നുള്ളത്. സോ ഇവരെ വിളിക്കുന്നതാണ് ലിറ്റിൽ വെഹിക്കിൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ വെഹിക്കിൾസ് ലിറ്റിൽ വെഹിക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗ്രേറ്റ് വെഹിക്കിൾ എന്ന് പറയുന്ന മഹായാനയാണ്. സോ അവരെ തന്നെ വിളിക്കുന്നതാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹായാന വേർഷൻ ഓഫ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സ്പ്രെഡ് ചെയ്ത ബുദ്ധിസമാണ് ആക്ച്വലി വേൾഡ് മൊത്തം കൂടുതലായിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ മജോറിറ്റി ബുദ്ധിസം എന്ന് പറയുന്നത് മഹായാന ബുദ്ധിസം ആയിരിക്കും. സ്വാഭാവികമായിട്ട് മജോറിറ്റി എന്ത് വിളിക്കുന്നു അതായിരിക്കും ബാക്കിയുള്ള സാധനമായിട്ട് വരിക, അല്ലെ? മജോറിറ്റി ബിലീവ് ചെയ്യുന്ന ഈ രീതി ആകുമ്പോൾ ഇതായി ശരിയായിട്ട് വരും. സോ മജോറിറ്റി ഇവര് വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബുദ്ധിസത്തില് ഈ മഹായാന ബുദ്ധിസം ഇവര് പറഞ്ഞത് ബുദ്ധ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബുദ്ധക്ക് നിർവ്വാണം കിട്ടിയത് ഈ പറഞ്ഞ പോലെ കർത്താവിന് ഇതായ പോലെയാണ്. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ബുദ്ധ എന്ത് ചെയ്യുന്നത്, നിർവ്വാണം വരുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ബോധിസത്ത എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നു. ഐഡിയ വന്നിട്ട് ഇവർ പറയാണ് എല്ലാവരും എന്ത് ചെയ്യണം എന്നില്ല, ഈ അസറ്റിക് ലൈഫിലൂടെയും എല്ലാവരും ഈ കഷ്ടപ്പാടിലൂടെയും ഒന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി നിർവ്വാണം കിട്ടിയ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് മഹാനിർവ്വാണയിലേക്ക് എത്താതെ ഇവർക്ക് ആ നിർവ്വാണം ഡിലേ ചെയ്യാം. ഇത് ഡിലേ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും, നിർവ്വാണത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ആളുകളും ഇങ്ങനെ ഡിഫിക്കൽട്ടിയിലേക്ക് പോകണ്ട എന്നുള്ളതായിരുന്നു മഹായാന ബുദ്ധിസത്തിന്റെ ഫിലോസഫി. ഇത് ഈ ഒരു ഭാഗം സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ കാലശോകന്റെ സമയത്ത് തന്നെ ഈ ഡിസ്കഷൻ ഇവിടെ വന്നു. ഈ ഡിസ്കഷൻ വന്നപ്പോൾ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ പറഞ്ഞു അത് ശരിയല്ല,
ബുദ്ധയുടെ ഒറിജിനൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം, ഓരോരുത്തരും ഒറ്റയ്ക്ക് പോകണം. അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർവ്വാണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനുവേണ്ടി പണിയെടുക്കണം എന്നുള്ളതാണ്. അതോട് കൂടിയിട്ട് ഇവർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പ്ലിറ്റ് ആയി വരുന്നു. ആ സ്പ്ലിറ്റിലാണ് മഹാസംഗികാസും തേരവാഡാസും ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഈ മഹാസംഗികാസ് തന്നെയാണ് ഇവിടുത്തെ മഹായാനയും. ഈ തേരവാഡാസ് എന്ന് പറയുന്നത് ഹീനയാന സെക്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു സാധനമാണ് തേരവാഡാസ് എന്ന് പറയുന്നത് കേട്ടോ. സോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിഷ്യലി മഹായാന എന്ന് പറയുന്നത് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആകുമ്പോൾ മഹായാന ബുദ്ധിസം വരുന്നു. മഹായാന ബുദ്ധിസത്തിൽ എന്താ ബിലീവ് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റിയാണ്. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നിർവ്വാണം കിട്ടും. നിർവ്വാണം കിട്ടിയ ആളുകൾക്ക് ഡിലേ ചെയ്തിട്ട് ബോധിസത്വം എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട് നിർവ്വാണം കയറ്റാൻ പറ്റും. സോ ദിസ് ഈസ് ലൈക്ക് UPSC മെന്റേഴ്സ്. UPSC മെന്റേഴ്സ് എന്ത് ചെയ്യുന്നു, ബോധിസത്വകളെ പോലെയാണ് അല്ലെ. അവരെന്ത് ചെയ്യുന്നു, അവർ നിർവ്വാണം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം UPSC ആസ്പിരൻസ് ഒക്കെ സർവീസ് കിട്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, അവർ സർവീസിലൊന്നും ജോയിൻ ചെയ്യാതെ വീണ്ടും അക്കാഡമിയിൽ പോയി വർക്ക് ചെയ്ത് ബാക്കിയുള്ളവരെ ഗൈഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ബേസിക്കലി ബോധിസത്വം, മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൂടുതൽ സ്പ്രെഡ് ചെയ്തിട്ട് ചൈന, കൊറിയ, ടിബറ്റ് ഇങ്ങനെയുള്ള റീജിയനിലാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഇവരെ തന്നെ വിളിക്കുന്ന ഗ്രേറ്റ് വർക്കിൾ എന്നാണ്. ഇവരാണ് മേജർ ആയിട്ടുള്ള മെയിൻ ടീം എന്നാണ് ഇവരെ തന്നെ വിളിക്കുന്നത്. സോ ഹീനയാന ബുദ്ധിസം എന്ന് പറയുന്നത് they said that they are following the original concept teaching of Buddha. അപ്പം ഇവിടെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഫോളോയിങ് ആണ്. ഇവര് കുറച്ച് കഴിഞ്ഞപ്പോൾ ഐഡിയൽ വർഷിപ്പ് ബുദ്ധിസം അലമ്പാക്കും, ഐഡിയൽ വർഷിപ്പ് കൊണ്ടുവരും. പണ്ട് എന്ത് ചെയ്യുന്നു, സാൻസ്കൃതിലേക്കൊക്കെ ആക്കും ബുക്കുകൾ. പിന്നെ എന്ത് ചെയ്തു, പിന്നെ അങ്ങോട്ട് സാൻസ്കൃത് ലാംഗ്വേജ് ഒക്കെ മാറ്റി. പണ്ട് ഇനിഷ്യലി പാലി ലാംഗ്വേജിലായിരുന്നു, പിന്നീട് സാൻസ്കൃത് ലാംഗ്വേജിലേക്ക് മാറ്റും. സോ ഇവിടെ കുറച്ചുകൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽസ് ഓറിയന്റഡ് ആണ്. നിങ്ങൾക്ക് നിർവ്വാണം വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പണിയെടുക്കണം. സോ ഇൻഡിവിജ്വൽ ഓറിയന്റഡ് അറ്റൈൻമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സെൽഫ് ഡിസിപ്ലിനും മെഡിറ്റേഷനും ഓരോരുത്തരും ചെയ്യണം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ആളുകൾക്ക് വലിയ അട്രാക്ഷൻ ഉണ്ടാവില്ല. ഇതൊരു വളരെ ചെറിയ ആളുകൾ മാത്രമേ, ഇപ്പൊ ശ്രീലങ്ക പോലെയുള്ള വളരെ ചെറിയ കൺട്രീസിൽ മാത്രമേ ഹീനയാന ബുദ്ധിസം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. മജോറിറ്റി എന്ത് നോക്കി, നിങ്ങൾ തായ്ലാന്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മഹായാന ബുദ്ധിസമാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇവര് പറയുന്നത് അനുസരിച്ചാണ് നോം സെറ്റ് ആയെന്ന് മാത്രം. ഈ ഹീനയാനന്റെ ഉള്ളിൽ ഒരു സബ്സെറ്റ് ആയിട്ടാണ് തേരവാഡ ബുദ്ധിസത്തിനെ കാണുന്നത്. തേരവാഡ ബുദ്ധിസം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇവരാണ് ഒറിജിനലി, ഇവിടെ തന്നെ പറഞ്ഞില്ല സെക്കൻഡ് ഇതിൽ പറയുന്നത്, ഒറിജിനൽ ടീച്ചിങ്ങിലേക്ക് ആദ്യം നിൽക്കുന്നത്. മഹായാനന്റെ ഒരു സബ്സെക്ട് ആണ്, രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കും. പക്ഷെ ഇവര് ഒരു രണ്ട് ക്ലബ്ബാക്കി വന്നപ്പം തേരവാഡനെ ഹീനയാനന്റെ അടിയിൽ ഇട്ടുന്നേ ഉള്ളൂ. അപ്പം ബുദ്ധിസത്തിന്റെ ഒറിജിനൽ ആൻഷ്യന്റ് ഫോമിൽ ബുദ്ധ എന്ത് പറഞ്ഞു അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന, ഒറിജിനൽ ടീച്ചിങ്സ് ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇവര്. അതുകൊണ്ട് തന്നെ തേരവാഡ ബുദ്ധിസം വളരെ വലിയ രീതിയിലൊന്നും സ്പ്രെഡ് ആയിട്ടില്ല. ശ്രീലങ്കയിൽ നിന്ന് വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ സ്പ്രെഡ് ആവുന്നുള്ളൂ. കൊളംബിയ, ലാവോ, ശ്രീലങ്കയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. തായ്ലാന്റിൽ വളരെ കുറച്ച് ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ 50% ആർ മഹായാന ബുദ്ധിസം. വജ്രയാന ബുദ്ധിസം അത് നമുക്കറിയാം താന്ത്രിക് ബുദ്ധിസമാണ്. താന്ത്രിക് ബുദ്ധിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷൈവിസം ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് വജ്രയാന ഇന്ത്യയിൽ ഉണ്ടാവുന്നതാണ്. ഫുള്ള് ഹോമം, മറ്റ് പരിപാടി, കൂടോത്രം, അങ്ങനെയുള്ള സാധനങ്ങളില്ലേ. സോ അങ്ങനത്തെ പ്രാക്ടീസസും റിച്വലിസ്റ്റിക് ആയി, അത് ബുദ്ധിസത്തിന്റെ ഒറിജിനൽ ഐഡിയ തന്നെ എന്താണ്, റിച്വൽസ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നല്ലോ അല്ലെ. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് റിച്വൽസ് വീണ്ടും എന്ത് ചെയ്തു, ബുദ്ധിസം വീണ്ടും റിച്വൽസ് ഒക്കെ കൂട്ടി ഇവരെ അലമ്പാക്കുകയാണ് ഇവരെ ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി വെഹിക്കിൾ ഓഫ് തണ്ടർബോൾട്ട് ആണ് ഇവര്. താന്ത്രിക് ബുദ്ധിസം ആണ് ഇവര് മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു 900 കോമൺ ഇയർ കുറെ കാലം കഴിഞ്ഞിട്ടാണ് താന്ത്രിക് ബുദ്ധിസം വരുന്നത്. സോ ദേ ഹാവ് എ കോംപ്ലക്സ് സാൻസ്കൃതിലാണ് ഇവരത്, കുറെ റിച്വൽസ് ഉണ്ട്. പണ്ട് നമ്മൾ ഉണ്ടായിരുന്ന ഹിന്ദു റിലീജിയൻസ് ഉണ്ടായിരുന്ന വേദിക് റിലീജിയൻസിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് തിരിച്ച് വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടി പബ്ലിക്കിൽ നിന്നാണ്, കുറച്ചുകൂടി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ബുദ്ധിസമാണ് വജ്രയാന ബുദ്ധിസം എന്ന് പറയുന്നത്. ഇനി സെൻ ബുദ്ധിസം എന്ന് പറയുന്നത് മഹായാന ബുദ്ധിസത്തിന്റെ, അതായത് നമ്മൾ ആദ്യം കണ്ട ഈ മേജർ ബുദ്ധിസം ഇല്ലേ, ഗ്രേറ്റ് വർക്കിൾ, ഈ മഹായാന ബുദ്ധിസത്തിന്റെ ഒരു സബ്സെക്ട് ആണ് സെൻ ബുദ്ധിസം എന്ന് പറയുന്നത്. ഇപ്പം ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ചൈനയിലാണ്. ബേസിക്കലി താങ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയിലാണ് ചങ് ബുദ്ധിസം വരുന്നത്, സെൻ ബുദ്ധിസം വരുന്നത്. സോ ഇത് പിന്നീട് വീണ്ടും പല സ്ഥലത്തേക്ക് ജപ്പാനിലേക്കൊക്കെ പോകുന്നത് ഈ സെൻ ബുദ്ധിസം ആണ്. ഇപ്പൊ ജപ്പാനിൽ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സെൻ ബുദ്ധിസം ആണ്. ഇവർക്ക് മെഡിറ്റേഷൻ ആണ് ഇവരെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇവരെ സെൻ മെഡിറ്റേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ജാപ്പനീസിലൊക്കെ നിങ്ങൾ മൂവീസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭയങ്കര മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ബുദ്ധിസം ആയിരിക്കും അവരവിടെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ബുദ്ധിസത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ലിറ്ററേച്ചർ ആണ്, മേജർ ആയിട്ടുള്ള ലിറ്ററേച്ചറുകളാണ് എന്താ പറയുക, വിനയപീഠിക, സുപ്തപീഠിക ആൻഡ് അഭിധാന ധർമ്മക എന്ന് പറയുന്ന ഫിലോസഫീസ്. എന്നിട്ട് ബുദ്ധിസത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പല സെക്ടുകളാകുന്നുണ്ട്. ഈ സെക്ടുകൾ ഡിഫറെന്റ് ആയിട്ട് പല സമയത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മഹായാനയുണ്ട്, ഹീനയാനയുണ്ട്, വജ്രയാനയുണ്ട്, അതുപോലെ തന്നെ തേരവാഡ ബുദ്ധിസം ഉണ്ട്. ഹീനയാന ആൻഡ് തേരവാഡ ഈസ് കൈൻഡ് ഓഫ് ഒറിജിനൽ ടീച്ചിങ്, സിംഗിൾ ആണ്, ഒരാളെയാണ് ഫോക്കസ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ മഹായാന മജോറിറ്റി ബോധിസത്വ കോൺസെപ്റ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് എൻലൈറ്റ്മെന്റ് മതി, നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യണം എന്നില്ല, എൻലൈറ്റ്മെന്റ് കിട്ടണം എന്നില്ല മഹായാന ബുദ്ധിസത്തിന്റെ അണ്ടറിൽ കേട്ടോ. ഇനി ആർക്ക് ആൻഡ് ആർക്കിടെക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്തൂപാസ് ബുദ്ധിസത്തിന് മുന്നേയും ഉണ്ട്. സ്തൂപ എന്ന് പറയുന്നത് ബേസിക്കലി ബുദ്ധിസത്തിൽ കൂടെ വന്നുള്ള സാധനമല്ല. സ്തൂപാസ് ഈവൻ വേദിക് പീരീഡിലും സ്തൂപ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പണ്ട് മരിച്ച ആളുകൾ എന്ത് ചെയ്യുന്നു, കുഴിച്ചിടുന്ന സ്ഥലം അല്ലെങ്കിൽ മരിച്ച ആളുകൾ റെലിക്സ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് സ്തൂപാസ് എന്ന് പറയുന്നത്. അപ്പം ഇത് എന്ത് ചെയ്തിട്ടാണ്, ബുദ്ധിസത്തിന് മുന്നേയും സ്തൂപാസ് ആർ ദയർ, ബട്ട് ബുദ്ധിസത്തിന്റെ സമയത്തും എസ്പെഷ്യലി നമ്മുടെ മൗര്യൻ പീരീഡിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ബുദ്ധിസം സ്തൂപാസിന്റെ ഡെവലപ്മെന്റ് വളരെയധികം ഡെവലപ്പ് ചെയ്തിരുന്നത്. അപ്പൊ സ്തൂപാസ് ഡെവലപ്പ് ആവുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ് ആയിട്ട് സ്തൂപ ഈ കാണുന്ന ഫോർമാറ്റിലേക്ക് വന്നതല്ല. ഇപ്പം നിങ്ങൾ മൗര്യന്റെ എംപയറിന്റെ സമയത്തൊക്കെ നോക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ബുദ്ധിസത്തിന്റെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ബേസിക് ഫോർമാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോ സാധനങ്ങളും എന്താണ് ആഡ് ചെയ്ത് വന്നതാണ്. തോരണാസും അതിന്റെ വേദികാസ് ഒക്കെ എന്താണ് ഇവോൾവ് ചെയ്ത് വന്നാണ്. പക്ഷെ സ്തൂപ ബിൽഡിംഗ് ഒരു പീക്കിൽ എത്തുന്നത് ആരുടെ ഭരണാധികാരത്തിന്റെ സമയത്താണ്, മൗര്യൻ പീരീഡിൽ തന്നെയാണ്. മൗര്യൻ പീരീഡിൽ തന്നെ അശോകന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്, അശോക ബുദ്ധിസ്റ്റ് ഫിലോസഫി ആഫ്റ്റർ കലിംഗ വാർ ബുദ്ധിസം സ്വീകരിക്കുകയും ബുദ്ധിസ്റ്റ് ഫിലോസഫി അംഗീകരിക്കുകയും ചെയ്തതിനു ശേഷം ഒരുപാട് ബുദ്ധിസ്റ്റ് ഡൊണേഷൻസ് ആര് നടത്തുന്നുണ്ട്, അശോക നടത്തുന്നുണ്ട്. സോ അതിന്റെ ഭാഗത്താണ് ഒരു പീക്ക് ഓഫ് ബുദ്ധിസ്റ്റ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ സ്തൂപ എന്ന് പറയുന്ന ബേസിക്കലി സ്തൂപന്റെ മീനിങ് എന്ന് പറയുന്നത് ഡോം എന്നുള്ളതാണ്. ഡോം ഷേപ്ഡ് സ്ട്രക്ചർ ആണ്, ഇതിന്റെ അണ്ടറിൽ റെലിക്സ് ആണ് ഉണ്ടാവുക. സോ ബേസിക്കലി ആ സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബുദ്ധ 9 സ്തൂപാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 9 സ്തൂപയിൽ 8 എണ്ണത്തിലും ബുദ്ധന്റെ ബോഡി പാർട്സ് റെലിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. അതെങ്കിൽ സം ഫോം ഓഫ് ബോഡി പാർട്ട് ഈ 8 എണ്ണത്തിലും നിങ്ങൾക്ക് കാണാം. ഈ 9ാമത്തേലാണ് ഈ ബുദ്ധന്റെ ഈ ബോഡി പാർട്സ് സൂക്ഷിച്ചിരുന്ന ചാരമൊക്കെ സൂക്ഷിച്ചിരുന്ന ഈ 9ാമത്തേലാണ് ഇതിന്റെ എന്ത് ചെയ്തിട്ടുള്ള കുടം വെച്ചിട്ടുള്ളത്. അങ്ങനെ 9 സ്തൂപാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾ സ്തൂപാസ് ആസ് റെലിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എല്ലാ സ്തൂബയിലും നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, റെലിക്സ് കാണാൻ പറ്റില്ല. പക്ഷെ ചില സ്തൂബ മജോറിറ്റിയിൽ എന്തുണ്ടാവും, റെലിക്സ് ഉണ്ടാവും. ഇത് ബുദ്ധന്റെ തന്നെയല്ല, പിന്നെ എന്ത് ചെയ്യും, ബാക്കിയുള്ള പിന്നീടുള്ള സ്തൂബയിലൊക്കെ ബുദ്ധന്റെ ഒക്കെ ഡിസിപ്ലിന്റെ ആളുകളുടെ ബുദ്ധിസം ഫോളോ ചെയ്തിട്ടുള്ള വലിയ വലിയ ലീഡേഴ്സിന്റെ ഒക്കെ സ്തൂബാസ് ഒക്കെ പിന്നീട് ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ബുദ്ധിസത്തിന്റെ സ്തൂബ എന്ന് പറയുമ്പം സ്തൂബ ഈസ് കൺസിഡർ ആസ് എൻലൈറ്റ്മെന്റ് കിട്ടിയ ആളുകൾക്കാണ്, നിർവ്വാണ കിട്ടിയ ആളുകൾക്കാണ് പൊതുവെ സ്തൂബ റെപ്രസെന്റ് ചെയ്ത് സ്തൂബ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഒരു സർക്കുലർ ബേസ്ഡ് ആയിരിക്കും. ആ സർക്കുലർ ബേസിനെ ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറ്റ്സ് എ സർക്കുലർ ഓഫ് ഡെത്ത് ആൻഡ് ബർത്ത് ആണ്. ഈ സർക്കുലറിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതാണ് ഈ മേലെ കാണുന്ന സാധനം. ദാറ്റ് ഈസ് ബേസിക്കലി ഇതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാനുള്ള റൂട്ട്. സോ ഈ സർക്കുലർ ബേസിൽ നിന്ന് ബർത്ത് ആൻഡ് സൈക്കിളിൽ നിന്ന് ഈ പിനാക്കിൾ ഉണ്ടല്ലോ പൊങ്ങി നിൽക്കുന്ന ഈ സാധനം യാസ്തി ഹർമിക എന്ന് പറയുന്നത്. സോ ദിസ് ഷോസ് ദാറ്റ് നിർവാണ, ഈ നിർവാണത്തിലേക്ക് പോയതായിട്ടാണ് ഇവിടുന്ന് കാണിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പൊ ഇനിഷ്യലി വരുന്ന സമയത്ത് ഫസ്റ്റ് സ്തൂപ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇതൊന്നുമില്ല. ഈ ഒരു ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. ഈ മതിലോ ഈ തോരണാസോ ഈ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്ത് ചെയ്തു, ബുദ്ധിസം ഇനിഷ്യലി റിച്ച് ആയ ആളുകൾക്കൊക്കെ എതിരാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി പൈസയ്ക്കും അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ലൈഫിനൊക്കെ ബുദ്ധിസ്റ്റ് ഇനിഷ്യലി ഭയങ്കര എതിരായിരുന്നു. പിന്നീട് ഇവന്മാര് ഫുള്ള് കറപ്റ്റഡ് ആയിട്ട് ഇവന്മാര് ഭയങ്കര ഡൊണേഷൻ മേടിക്കാൻ തുടങ്ങി. വെറുതെ ബ്രാഹ്മിൻസിനെ പോലെ തന്നെ. ബ്രാഹ്മിൻസിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്തായിരുന്നു, അവർ പണിക്ക് പോകില്ല. അവന്മാരെന്ത് ചെയ്യും, ബാക്കിയുള്ളവരെ ഡൊണേഷൻ എടുത്തിട്ട് ഇവർ തിന്ന് ജീവിക്കും. ബേസിക്കലി ബാക്കിയുള്ള എല്ലാ സ്ട്രക്ചറിൽ നിന്നും ആളുകൾ എന്ത് ചെയ്യും, ഇവർക്ക് പൈസ കൊടുക്കണം അല്ലെങ്കിൽ ഇവർക്ക് സർവീസ് കൊടുക്കണം അല്ലെ. പക്ഷെ ഇവരെന്താണ്, ഇവർ ഇനിഷ്യലി അതൊക്കെ എതിരായിരുന്നു. ബുദ്ധിസം അതിനെതിരായിരുന്നു. ബുദ്ധിസം എന്താണ്, കുറച്ചുകൂടി അസറ്റിക് ലൈഫായിരുന്നു. നമ്മൾ എന്ത് ചെയ്യാനില്ല, മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ആവാൻ പാടില്ല. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള ഒരുപാട് ബുദ്ധിസ്റ്റ് ഫോളോവേഴ്സ് ദേ സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് ലോട്ട് ഓഫ് വെൽത്ത് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പല ആളുകൾ പല കിങ്ങുകൾ പല സമയങ്ങളിലായിട്ട് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടതാണ് ഇന്ന് നമ്മൾ കാണുന്ന സ്തൂപാസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സാഞ്ചി തന്നെ 2-3 സ്തൂപുണ്ട്. സ്തൂപ 1, 2, 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ പിന്നീട് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. സ്തൂപാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഇതിനകത്തൊരു ഡോം കാണാൻ പറ്റും. സെമി സർക്കുലർ ഡോം ആയിരിക്കും. ദാറ്റ് റെപ്രസെന്റ് ദ ലൈഫ് ആൻഡ് ഡെത്ത്. അതുപോലെ തന്നെ ഈ ഹർമിക എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലേക്കുള്ള സാധനമാണ്, പിനാക്കിളാണ്. ഈ യാസ്തി ആൻഡ് ചത്ര. ഓക്കെ, ഇതൊക്കെ പണ്ട് ദ്രാവിഡിയൻ ടെമ്പിളിലൊക്കെ പിന്നീട് നമുക്ക് ഇത് കാണാൻ പറ്റും, ചത്രാസിനൊക്കെ കാണാൻ പറ്റും. സോ ബേസിക്കലി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതാണ് നമ്മുടെ നിർവ്വാണനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ദർ ഈസ് എ പാത്ത് വേ, ഒരു സർക്കുലർ പാത്ത് വേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പർ വാക്ക് വേ ഉണ്ട്. അതുപോലെ തന്നെ തോരണാസ് എന്ന് പറയുന്നത് ഇതിന്റെ ഗേറ്റുകളാണ്. 4 സൈഡിലേക്കും ഗേറ്റുകൾ ഉണ്ടായിരുന്നു. നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, അങ്ങനെ 4 സൈഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തോരണാസ് കാണാൻ പറ്റും. ദെൻ ദർ ഇസ് എ ഫെൻസിങ് ആയിട്ട് നിങ്ങൾക്ക്
മതില് കാണാൻ പറ്റും. വിൽ ബി ഫെൻസ്. ഈ ഫെൻസിന്റെ ഒക്കെ ആർട്ട് വർക്കുകളും ഉണ്ടാവും കേട്ടോ. സോ ഇതാണ് ബുദ്ധിസത്തിന്റെ സ്തൂപേന്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് കേവ് ട്രഡീഷൻസ് ആണ് ബുദ്ധിസത്തെ സംബന്ധിച്ചോളം. ചൈത്യാസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആണ്. ചൈത്യാസ് എന്ന് പറയുന്നത് എന്താണ്? ചൈത്യ എന്ന് പറയുമ്പോൾ ചൈതന്യം അല്ലെ, നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്ന സ്ഥലം ആണ് ചൈത്യാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിഹാരാസ് എന്ന് പറയുന്ന സാധനമുണ്ട്. വിഹാരാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്നുന്ന സ്ഥലം, വിഹരിക്കുക. അവിടെ എന്ത് ചെയ്യാം? നമ്മൾ പോയി തിന്നുക, കിടന്നുറങ്ങുക. ഓക്കെ, അപ്പൊ ബുദ്ധിസ്റ്റ് ആളുകൾ ബേസിക്കലി ഇവരെന്താണ് പ്ലേസ് ടു പ്ലേസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിലും മഴക്കാലങ്ങളിൽ ഇവരെന്ത് ചെയ്യാറുണ്ട്? കേവ്സിൽ സ്റ്റേ ചെയ്തിട്ട് ചെയ്യാറുണ്ട്. പിന്നീട് അവരവിടെ സ്ഥിരമായി. ആ സമയത്ത് ഇവർക്ക് കുറെ പൈസയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനിഷ്യലി ഇവർക്ക് അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നുമില്ല. ഇവരിങ്ങനെ മൂവ്മെന്റ് ആയിരിക്കും. ഇവര് എന്താ ഈവൻ ഇതെന്ത് ചെയ്യാറുണ്ട്? ഇപ്പം ബുദ്ധ തന്നെയാണെന്നുണ്ടെങ്കിലും ആ ബുദ്ധ 6 വർഷം നടന്ന സമയത്ത് ബുദ്ധ ഡ്രസ്സ് പോലും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അതേ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഈ ചങ്ങായി നടക്കുന്നത്. അപ്പം ഒരു ഭ്രാന്തമായ ജീവിതം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈത്യാസ് ഒക്കെ ഉള്ള സമയത്ത് പിന്നീട് സെറ്റിൽമെന്റിലേക്ക് വന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു? താമസിക്കണം. ഈ താമസിക്കാൻ വേണ്ടിയിട്ടാണ് കേവ്സിൽ വിഹാരാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിഹാരാസിന്റെ തൊട്ടടുത്തായിട്ട് ഇവർക്ക് പ്രാർത്ഥിക്കാനും ഇവർക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള സ്ഥലമാണ് ചൈത്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചൈത്യാസ് എന്ന് പറയുന്നത് ബുദ്ധിസത്തിന്റെ പ്രയർ ഹാളാണ്. സോ ഇവിടെ ബേസിക്കലി ചൈത്യാസിൽ പല ടൈപ്പ് ഓഫ് പ്രയർ ഹാൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന്, എല്ലാ പ്രയർ ഹാളിന്റെയും ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ചൈത്യാസ്. ഈ കാണുന്നത് ചൈത്യാസ് ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 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 റൂഫ് എങ്ങനെയാണ്? നിങ്ങൾ റൂഫ് നോക്കി നോക്കിക്കേ. റൂഫ് കുറച്ചുകൂടി ഏത് തരത്തിലാണ് ഉണ്ടാവുക? ഒരു വാൾട്ടഡ് റൂഫായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഡോം ഷേപ്പിലായിട്ടുള്ള സ്ഥലത്തിലാണ് ഇവരെന്തേ പ്രാർത്ഥിക്കുക. സോ ഡിസ്റ്റിങ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഇവിടെ ഒരു ബാരൽ വാൾട്ടഡ് റൂഫ്സ് ആയിട്ടുള്ള ഈ സ്തൂപന്റെ കാര്യത്തിലൊക്കെ കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഓൾവേസ് അപ്സൈഡ് ഷേപ്സ് ആയിട്ട് ഉണ്ടാവും. പില്ലേഴ്സ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ളതും ഉണ്ടാവും. അതായത് ഇതിനകത്ത് തന്നെ ഇത് വൺ ടൈപ്പ് ആണ്. വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടായിട്ട് കുറെ പില്ലേഴ്സ് വെച്ചിട്ടായിരിക്കും ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവുക? സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഇവിടെ എന്ത് ചെയ്ത് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഇവിടെ ഒരു ഡോം പോലെ ഈ പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികളിൽ കയറിയിട്ടില്ലേ? ക്രിസ്ത്യൻ പള്ളികളുടെ മേൽക്കൂര നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഡോം പോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ തന്നെയായിരിക്കും ഈ കേവ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡോം പോലെ ഷേപ്പ് ചെയ്തിട്ട് ഒരു വൺ പോയിന്റിലേക്ക് നിങ്ങൾക്ക് ഇത് കയറുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദിസ് കൈൻഡ് ഓഫ് ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് ചൈത്യാസിൽ കാണാൻ പറ്റുക. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ബേസിക്കലി അപ്സൈഡ് ഷേപ്സ്, അപ്സൈഡൽ ഷേപ്സ്, ക്രിയേറ്റിംഗ് സ്പേസ്, കണ്ടിന്യൂറ്റീവ് മെഡിറ്റേഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണൽ വർഷിപ്പ്, ഇതിനൊക്കെ വേണ്ടി ഡിവോഷനൊക്കെ വേണ്ടിയിട്ടാണ് ചൈത്യാസ് യൂസ് ചെയ്യുന്നത്. വിഹാരാസ് ബേസിക്കലി എന്താണ്? ഈ കേവ്സിൽ നമുക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. ഇപ്പം ഏർലി ഫോം ഓഫ് ബുദ്ധിസ്റ്റ് മോണസ്ട്രി ടിപ്പിളി കോർട്രിയർ സൈഡ് ഒക്കെ കാണാൻ പറ്റും. ഇൻഡിവിജ്വൽ റൂംസ് ഇതിനകത്തുണ്ട്. കുറെ സെല്ല് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കി. ഇത് വിഹാരാസ് ആണ്. ഇവിടെ കണ്ടോ ചെറിയ ചെറിയ റൂം കണ്ടോ? ഈ റൂമിലാണ് ഇവർ കിടന്നുറങ്ങുന്നത്. ഈ സെല്ലുകളിലാണ് ഇവർ കിടന്നുറങ്ങുന്നത്. ഇതിനകത്തുള്ള വഴി, ഇത് കോമൺ ഏരിയ ആണ്. ഇതാണ് ചൈത്യ, പ്രാർത്ഥന സ്ഥലം. കണ്ടോ, ഇത് ഈ കുത്തു കാണുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ചുറ്റുമുള്ള പില്ലേഴ്സാ. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഡോം പോലെ ഇതുണ്ട്. ഇതിനുള്ളിൽ ഇതുണ്ട്, ഇത് പില്ലേഴ്സ് കണ്ടോ? പിന്നെ ഡോം പോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ടാവും. വലിയൊരു പാത്ത് വേ പോലെ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇവരെല്ലാവരും ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പരിപാടി. രാവിലെ എണീറ്റ് ഇതാണ് പരിപാടി. രാത്രി ആകുമ്പോൾ പിന്നെ ഇതിന്റെ ഉള്ളിൽ പോയി കിടന്നുറങ്ങും. ആ സെല്ലിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു ജയിൽ ജീവിതം. ഓക്കെ, കിടന്നുറങ്ങും. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സെൽസ് ആയിട്ട് റൂംസ് ആയിട്ട് കിടക്കുന്ന കാണാം. ഈ റൂംസ് ഒക്കെ മോങ്സിന്റെ റൂംസ് ആണ്. ആൻഡ് ഈ ഇനിഷ്യലി ഡിസൈൻ ടു പ്രൊവൈഡ് എ ഷെൽട്ടർ ഡ്യൂറിംഗ് ദ റെയിനി സീസൺ ആണെങ്കിൽ പിന്നീട് ഇത് എന്തായി മാറി? മൊണസ്റ്റിക് ലൈഫായിട്ട് അവർ അവിടെ തന്നെ സെറ്റിലായി മാറി. അവർക്ക് പിന്നെ മടിയന്മാരായി, അവർ പോവാതായി. ആൻഡ് അതുപോലെ തന്നെ കമ്മ്യൂണൽ ആൻഡ് കണ്ടംപ്ലേറ്റീവ് നേച്ചർ ആണ്. ഏർലി ബുദ്ധിസ്റ്റ് മൊണസ്റ്റിക് ലൈഫ് എംഫസൈസ് സിംപ്ലിസിറ്റി ആൻഡ് ഫംഗ്ഷനാലിറ്റി. അത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇതിനകത്ത് പോവാം എന്നുള്ളതാണ്. എൻട്രി ആർക്കും റെസ്ട്രിക്റ്റഡ് ആയിരുന്നില്ല. ദർ ആർ സർട്ടൻ കണ്ടീഷൻസ് വുമണിനൊക്കെ കാരണം എന്നുണ്ടെങ്കിൽ, പക്ഷെ എന്തായാലും റെസ്ട്രിക്റ്റഡ് ആയിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇത് അജന്ത കേവ് ആണ്. അജന്ത കേവ്സിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഈ പില്ലേഴ്സ് കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ വിഹാരാസ്, ചൈത്യാസ് ആയിട്ട് കാണുന്നത്. ഈ സെല്ലുകൾ കാണുന്നുണ്ടോ? ഇതൊക്കെ എന്താണ്? നമ്മുടെ വിഹാരാസ് ആണ്. ഓക്കെ, സോ അജന്ത കേവ്സിൽ 29 കേവ്സ് ഉള്ളതിൽ 4 ചൈത്യാസ് കേവ് ആണ്. ചൈത്യ കൂടുതൽ ഉണ്ടാവില്ല. ചൈത്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി പോയി പ്രാർത്ഥിക്കുന്ന സ്ഥലം. അത് കുറച്ചെണ്ണം മതിയല്ലോ. താമസിക്കാനുള്ള സ്ഥലമാണ് കുറെ വേണ്ട. അപ്പൊ ഇതൊക്കെ എന്താണ്? കുറെ 4 ചൈത്യ കേവ്സ് ഉണ്ട്. ബാക്കി കുറെ വിഹാരാസ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതിൽ തന്നെ പല പീരീഡിലാണ്. ഏർലി പീരീഡിൽ നമുക്ക് കാണുന്ന ഏർലി പീരീഡിൽ കാണുന്നതാണ് 10, 9, 12. കാരണം അജന്ത കേവ്സ് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇനിയിപ്പോ എക്സാം ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തായാലും പോയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. അവിടെ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ ഓരോ കേവിനെ നമ്മൾ നമ്പർ ഇട്ടാ വിളിക്കുക. കാരണം അത് എക്സ്കവേറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1, 2, 3, 4, 5, 6 എന്നുള്ള നമ്പർ ഇടും. അപ്പൊ ആ കേവ് നമ്പർ 10, 9, 12 ഒക്കെ ഏറ്റവും ഏർലിയസ്റ്റ് ഫോം ഓഫ് കേവ്സ് ആണ്. കാരണം ഇതൊരു ലോങ്ങർ പീരീഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഏകദേശം 6th century BC വരെ, നോട്ട് BC,
6th century CE വരെ, കോമൺ ഇറ വരെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അജന്താസ് ഡെവലപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പല കേവ്സും പല ടൈം പീരീഡിലാണ് ഉണ്ടായത്. ഏറ്റവും ഏർലിയസ്റ്റ് ഫോമാണ് 10-9 ഒക്കെ വരുന്നത്. ഇവിടെ നമുക്ക് ഏർലിയസ്റ്റ് ഫോം ഓഫ് ബുദ്ധിസത്തിന്റെ ഐഡിയാസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡോം, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എർത്തിലേക്ക്, ഇവിടെയാണ് റെലിക്സ് ഉണ്ടാവുക. ഈ ഒരു ആസ്പെക്റ്റിൽ വാട്ടർ ആസ്പെക്ട് ആണ്. 5 elements ഓഫ് നാച്ചുറൽ ഫോഴ്സസ് ആണ് ഈ ഒരു ഷേപ്പിൽ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ മേലത്തെ ആസ്പെക്റ്റിലാണ് ഫയർ ആസ്പെക്ട്, ദെൻ വിൻഡ് പോകുന്നതാണ് യാസ്തി എന്ന് പറയുന്ന ആസ്പെക്ട്, ദെൻ എയറിന്റെ ആസ്പെക്ട് ആണ് വോയിഡ് വരുന്ന ആസ്പെക്ട് കേട്ടോ. ഇനി ഇതിന്റെ ആർട്ട് ഫോമിനെ നമുക്ക് ഡിഫറെന്റ് സ്കൂൾസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് സ്കൂളാണ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടും മധുര സ്കൂൾ ഓഫ് ആർട്ടും. സോ കനിഷ്കന്റെ സമയത്താണ് ഇങ്ങനെ സ്കൂൾ ഓഫ് ആർട്സ് ഡെവലപ്പ് ആവുന്നത്. പിന്നീട് കുറച്ചുകൂടി കഴിയുമ്പോൾ സത്വാനാസ് വരുന്നുണ്ട് ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ. സോ ഇനിഷ്യലി നിങ്ങൾക്ക് ബേസിക്കലി അറിയായിരിക്കും, കുഷാന ഡൈനാസിറ്റിയിലാണ് ഇത് ബേസിക്കലി ആവുന്നത്. സോ ഈ ഗാന്ധാര സ്കൂൾസ് എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് എവിടെയാണ്, പാകിസ്ഥാനിലാണ് ഗാന്ധാര സ്കൂളിന്റെ ലൊക്കേഷൻ വരുന്നത്. കുഷാന ഡൈനാസ്റ്റിയാണ് രണ്ടും. ഇത് നമ്മുടെ മധുരയിലാണ് വരുന്നത്, ഇന്ത്യയിൽ തന്നെയാണ്. സോ ഇവിടെ ഗ്രീക്ക് ഇൻഫ്ലുവൻസ്, ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാണ്. ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ എൻറ്റയർലി ഇൻഡിജിയൻസ് ആണ്, പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് ഇല്ല. മജോറിറ്റി ബുദ്ധിസം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 റിലീജിയൻ നിങ്ങൾക്ക് കാണാം, ബുദ്ധിസം, ജൈനിസം, അതേപോലെ ഹിന്ദുയിസത്തിന്റെ ഫിലോസഫി. ഇപ്പൊ ശൈവേറ്റ്, ശിവന്റെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, ഇപ്പം ഇവിടെ ആയുധാസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശിവലിംഗം ഒക്കെ ഇവിടെ ഉണ്ടാക്കിയത് ഈ മധുരയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആസ്പെക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബുദ്ധനെ പണ്ട് വരെ ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധന്റെ പല സ്റ്റേജസിനും പല സിമ്പിൾസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ സിമ്പിൾ ആയിട്ട് കാണിക്കുന്നത്, ഇപ്പം ബുദ്ധന്റെ ലൈഫിനെ കാണിക്കുന്നതാണ് നമ്മൾ താമര, നമ്മൾ പറഞ്ഞു. ഹോഴ്സിനെ കാണിക്കുന്നതാണ് ഈ അസറ്റിക് ലൈഫ് വിട്ടിട്ട് മറ്റേ പോകുന്നത്. അങ്ങനെ ഓരോ സിമ്പിൾ ആയിട്ടാണ് ബുദ്ധന്റെ ലൈഫിന് ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത്. പൈപ്പൽ ട്രീനെയാണ് നമ്മൾ നിർമ്മാണമായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഓരോ സമയത്തും ഫസ്റ്റ് ടർമണായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഓരോ സമയത്തും ഓരോ സിമ്പിൾ ആണ്. ഈ സിംബോളിക് ഫോം ഓഫ് ബുദ്ധന്റെ ഹ്യൂമൻ ഫോമിലേക്ക് വരുന്നത് ഈ ഗാന്ധാര ആർട്ടിലും അതുപോലെ തന്നെ മധുര ആർട്ടിനും ഉള്ളിലാണ്. ഓക്കെ, അതുപോലെ ഗാന്ധാര ആർട്ടിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ആ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക്, ആ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി എന്താണ്, ഷേവ്ഡ് ഫേസ് ആയിരിക്കും. കുറച്ചുകൂടി ഒരു നമ്മളിപ്പം ബുദ്ധന്റെ ഒക്കെ ബേസിക് ആയിട്ട് നമ്മൾ കുറെ കാണുന്നതൊക്കെ ഒരു ക്യൂട്ട് ഫേസ് ഇല്ലേ, അതൊക്കെ ഗാന്ധാര ആർട്ടിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, പണ്ടത്തെ ഹെലിനിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. അതുപോലെ ഇവർ യൂസ് ചെയ്യുന്നത് ബ്ലൂയിഷ് ഗ്രേ സാൻഡോൺ ആയിരിക്കും ഗാന്ധാരി. ഇവിടെ റെഡ് സ്പോട്ടഡ് സാൻഡോൺ ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബുദ്ധ വിൽ ബി ഇൻ എ സ്പിരിച്വൽ മോഡ്, സാഡ് മോഡ്, ബിയർഡഡ് മോഡ് കാണാൻ പറ്റും. ലെസ് ഓർണമെന്റേഷൻ ആയിരിക്കും, ഡീറ്റെയിലിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സ്മൈലിംഗ് ബുദ്ധ നിങ്ങൾക്ക് ഇത് വായിക്കാന്നുള്ളൂ. ഫിസിക്കൽ മസ്കുലർ ബുദ്ധയാണ് വരുന്നത്. അപ്പൊ ഇനിഷ്യലി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബുദ്ധിസം വന്നതിന് ശേഷം ഒരു പീരീഡ് കഴിഞ്ഞ ബുദ്ധനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കുലിനിറ്റിക്ക് മാറ്റി ബുദ്ധനെ ഒരു തടിയനാക്കി മാറ്റുന്നുണ്ട്. നിങ്ങൾ ചില പിക്ചർ കണ്ടിട്ടുണ്ടാവും. ചില പിക്ചറിൽ ബുദ്ധന്റെ വയറൊക്കെ ഒട്ടി 6 പാക്ക് ആയിരിക്കും, ചില ബുദ്ധയിൽ വയറൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണ്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധനെ ബേസിക്കലി മധുര സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനിഷ്യലി ബുദ്ധനെ എങ്ങനെയാണ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് വയറൊക്കെ ചാടി ഒരു സാധാരണ ആളുകളായിട്ട് കാണിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് കാലൊക്കെ ഇച്ചിരി അകത്തി വെച്ചു. കാരണം വയറ് ചാടുമ്പോൾ കാല് എന്തായിരിക്കും, കാല് ക്രോസ് ചെയ്യുന്നത് കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ അത് എന്ത് ചെയ്തു, ഈ ഗ്യാപ്പ് കുറച്ച് വന്നിട്ട് വയറപ്പം സ്റ്റിഫ് ആക്കി കൊണ്ടുവന്ന് പിന്നെ ഡ്രസ്സ് ഇടിപ്പിച്ചു. പിന്നെ ഡ്രസ്സിന്റെ ഉള്ളിൽ കൂടെ, ഡയപ്പറിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ബോഡി കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ആർട്ട് ഫോം ആയിട്ട് പിന്നീട് ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 2 മോങ്സ്, ഇതൊക്കെ ഇത് ഫേമസ് ആണ്. ഗ്രീക്ക് ഫാക്ടേഴ്സ്, ബേബി ഹെയർ കാണാൻ പറ്റും, ലാർജ് ഫോർഹെഡ്, ലോങ് ഇയേഴ്സ് ഒക്കെ ബുദ്ധന യോഗി പോസ്റ്ററിലൊക്കെ നമുക്ക് ഗാന്ധാരയിൽ കാണാൻ പറ്റും. മധുര നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മോങ്സ്, വജ്രവാണി, പത്മാബണി, ഹോൾഡിംഗ് ലോട്ടസ്, ഇതൊക്കെ എന്താണ്, ഒരു ഹിന്ദുയിസ്റ്റിക് ഫീലിംഗ്, ഇന്ത്യനൈസ്ഡ് ഫീലിംഗ് ആയിരിക്കും ഇവിടെ മൊത്തം ഉണ്ടാവുക കേട്ടോ. സോ ഇതാണ് ബുദ്ധിസത്തിന്റെ ബേസിക്കലി 2 സ്കൂൾസ് എന്ന് പറയുന്നത്. സോ ഈ 2 സ്കൂൾസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആർട്ടിൽ വരുന്നത്. പിന്നീട് സത്വാനാസ് വരുന്നുണ്ട്, അത് നമ്മൾ ലേറ്റർ പാർട്ടിലേക്കാണ്. അതൊന്ന് നിങ്ങളൊന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ബുദ്ധിസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കി വെക്കണേ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ജൈനിസം ആണ്. ജൈനിസം ഇതേ പറഞ്ഞ പോലെ തന്നെ ഇതേ അവസ്ഥയാണ് മച്ചാന്റെ. എന്താണ്, വീട്ടിൽ സ്വൈര്യം ഇല്ല. ആ സമയമായി കഴിഞ്ഞപ്പോൾ ഒരു 30 വയസ്സായപ്പോൾ മച്ചാനും എന്ത് ചെയ്തു, വീട് വിട്ടിറങ്ങി. ഇന്നത്തെ കാലത്ത് സ്വൈര്യം ഇല്ലെങ്കിലും വീട് വിട്ടിറങ്ങി കഴിഞ്ഞാൽ CCTV ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിടിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നിർവ്വാണം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇതേ ലൈഫ് നോക്കിയാൽ മതി. ഇത് എല്ലാവരും വീട് വിട്ടിറങ്ങി. ഇപ്പം ബുദ്ധന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബുദ്ധയും രാഹുൽ ഗാന്ധിയും ഒരേപോലെയാണ് അല്ലെ. രാഹുൽ ഗാന്ധിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. രാഹുൽ ഗാന്ധി ജനിച്ചതും റിച്ച് സ്ഥലത്ത്, ഓക്കെ, ഓൾറെഡി പൊളിറ്റിക്കലി വെൽ ഓഫ് ആണ്, പവർ ആണ്. ബുദ്ധൻ ജനിച്ചത് പൊളിറ്റിക്കലി വെൽ ഓഫ് പവറിന്റെ സ്ഥലത്താണ്. ഇനിഷ്യലി ഒരു വലിയ വിലയൊന്നുമില്ല വീട്ടില്. രാഹുൽ ഗാന്ധിക്കും വലിയ വിലയൊന്നുമില്ല. പപ്പു എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടന്നു. നൗ നോബഡി ഡെയർ ടു കോൾ ഹിം പപ്പു because he got enlightenment in the last 4 years. So initially when the BJP came, everybody started calling Pappu, and he started went for Vanavas. He don't even get seat in North India. He came to Wayanad. That was his pipal tree. From there he got enlightenment. From there on, whatever he say, he makes sense.
And recently, he is the only person making sense. And no BJP leader, even Modi, no BJP leader dare to call him Pappu. No. This is enlightenment. Like the Buddha got enlightenment, Rahul Gandhi also got enlightenment. So that is enlightenment part. Okay. So Adinu Shesha endana, he got nirvana. Now he whatever he speaks sense. Earlier you think about Rahul Gandhi, you know, everybody Pappu, everybody is shamed of Rahul Gandhi, you know. Now he is enlightened. Everything is beyond. Okay. So that is what you also need to do. So when you wanted to, you know, have change in your life, you know, leave your comfort zone, get outside of a comfort zone, leave your house initially, leave your relationship, all these, you know, entanglements, and live your own life. Then and you know, automatically, so history is all about comparisons. History is completely about comparison. What I already told, no, history will repeat in itself. നിങ്ങൾക്ക് ഹിസ്റ്ററി പല സ്ഥലത്ത് പല പോലെ കാണാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഹിസ്റ്ററി കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ഹിസ്റ്ററി. ഓക്കെ. സോ Jainism. Initially, Rahul Gandhi initially English മാത്രമേ സംസാരിക്കുള്ളൂ. Recently, he started speaking in Hindi also, the Pali language. He started using the local language. So you have to learn from all these things. Okay. And Jainismത്തിന്റെ ബുദ്ധിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അശോകന്റെ കാര്യം പറയുകയാണെങ്കിൽ, അശോക് എന്താണ്? അശോക് ശരിക്കും തകരാനുള്ള, മൗര്യൻസ് തകരാനുള്ള മെയിൻ റീസൺ മച്ചാൻ ഈ ബുദ്ധിസത്തിൽ കയറിയതാ. ബുദ്ധിസത്തിൽ കയറിയിട്ടില്ലായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അശോക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ മൗര്യൻസ് കുറച്ചുകൂടി മുന്നോട്ട് പോയാനെ. കാരണം ബുദ്ധിസത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യുദ്ധത്തിന് പോകാൻ പറ്റില്ല. കാരണം യുദ്ധത്തിന് പോകില്ല, ഇനി ആരെയും കൊല്ലുന്നില്ല എന്ന് കലിംഗ വാറിന് ശേഷം അശോക് തീരുമാനിച്ചു. പക്ഷേ അശോകയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആർമീനെ ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റാൻഡിങ് ആർമി വിത്തൗട്ട് വാർ, അതായത് നിങ്ങൾക്ക് യുദ്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് യുദ്ധത്തിന് പോവുകയും വേണ്ട എന്നുള്ള ആർമിക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ആർമിക്കാർ എന്ത് ചെയ്യും? പക്ഷെ ആർമീനെ ഒഴിവാക്കാൻ പറ്റുമോ? ഒഴിവാക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് അറ്റാക്ക് വരും. സോ യു നീഡ് ടു കീപ് എ സ്റ്റാൻഡിങ് army without any job. So that means you are how to pay a lot of money for army, but they do not have any production. There is no job. So this will impact the economy. This led to the distortion of one of the factors why Mauryan empire is declined. And army എന്ത് ചെയ്തു? ആർമീന്റെ എക്സ്പെൻസ് താങ്ങാൻ പറ്റാതെ മച്ചാന്മാർ എന്ത് ചെയ്യേണ്ടി വന്നു? മൊത്തത്തിൽ എക്കണോമി തകർന്നു. എക്കണോമി തകർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ലാർജ് എംപയറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചേക്കാൻ പറ്റില്ല. ദിസ് വെൽ അണ്ടർസ്റ്റുഡ് ബൈ USA. US understood that a standing army is based on exchequer. ഗവൺമെന്റിന്റെ ഫണ്ട് ഇത്രയും വേസ്റ്റ് ആക്കുന്ന വേറൊരു സാധനമില്ല എ സ്റ്റാൻഡിങ് ആർമി. വെറുതെ ആർമി നിൽക്കുക എന്ന് പറഞ്ഞാൽ വേസ്റ്റാ. US immediately learned from Ashoka. They started sending army to everywhere. They went, sent to Vietnam. They sent to Africa. They sent to Afghanistan. They sent to Iraq. They sent to Iran. So wherever there is a war, they will send their army. So that army is always in engagement mode. No, always on AK-47. So that money will be used. You can be utilized perfectly. So that is what Ashoka means. US learned from Ashoka. So we need to learn all these lessons what they have done. Okay. So ജൈനിസത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ജൈനിസം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർദ്ധമാന മഹാവീര. സോ ജെയിൻ ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ 550 BC-ലാണ്. സോ 550 BC-ൽ ജനിച്ചതിന് ശേഷം ഇയാൾ എന്ത് ചെയ്യുന്നത്, വൈശാലി നമ്മളെ ബീഹാറിലാണ് ജനിക്കുന്നത്. ബുദ്ധ ജനിക്കുന്നത് ഇപ്പത്തെ നമ്മുടെ നേപ്പാളിൽ ഉള്ള സ്ഥലത്താണ് കേട്ടോ. സോ കുടം ഗ്രാമ എന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളി ജനിക്കുന്നത്. പാരന്റ്സ് ഈ പറഞ്ഞ പോലെ തന്നെ മച്ചാമാര് ക്ഷത്രിയാസ് ആണ്. സോ സിദ്ധാർത്ഥ എന്നാണ് ഈ പുള്ളിന്റെ പാരന്റിന്റെ പേര്. ക്ഷത്രിയ ക്ലാൻ ആണ്. മദർ ദുശാല. മച്ചാൻ കല്യാണം കഴിച്ച് യശോദ എന്ന് പറയുന്ന ഒരു വൈഫ് മീൻസ് പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. ലിച്ചവി പ്രിൻസസ് ആയിരുന്നു പുള്ളിക്കാരന്റെ അമ്മ എന്നൊക്കെ പറയുന്നത്. റിച്ച്, അടിപൊളി ലൈഫാണ്. റിച്ച് ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇടയ്ക്ക് എല്ലിന്റെ ഇടയിൽ കുത്തിട്ട് എന്തെങ്കിലും തോന്നും. പക്ഷെ ആ സമയത്ത് ഇത് ഭയങ്കര നോമാണ്. ഇങ്ങനെ ഇവർ രണ്ടുപേരും മാത്രമല്ല, ഒരുപാട് പേര് വീട് വിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്ത് കാട് കൂടെ തണ്ടി തിരിഞ്ഞ് നടന്നിട്ടുണ്ട് ബേസിക്കലി. ഓക്കെ. സോ ഒരു അടിപൊളി ലൈഫ് ആയിരുന്നു അന്ന് അവരെന്ന് തോന്നുന്നു. ഓക്കെ. സോ അറ്റ് ദ ഏജ് ഓഫ് 30 ഇവരെന്ത് ചെയ്തു, ഈ മച്ചാനും വീട് വിട്ടിറങ്ങി. സോ മച്ചാൻ വീട് വിട്ടിറങ്ങി എസ്റ്റിക് ലൈഫ് നടന്നു. ബുദ്ധനെ പോലെയല്ല, മച്ചാൻ കുറച്ചധികം നടക്കേണ്ടി വന്നു. 12 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്ക് എന്ത് ചെയ്യുന്നത്, കൈവല്യ, ദ അൾട്ടിമേറ്റ് എന്ത് ചെയ്യുന്നത് നോളജ്, ദ സുപ്രീം നോളജ്, അല്ലെങ്കിൽ ബുദ്ധയ്ക്ക് എൻലൈറ്റ്മെന്റ് പറയുന്ന പോലെ ജൈനിസത്തിൽ എന്താണ് സുപ്രീം നോളജ് എന്ന് പറയുന്നത് കൈവല്യാണ്. സോ കൈവല്യ കിട്ടുന്നത് അപ്പൊ 13ാമത്തെ വർഷം ആയപ്പോഴേക്കും 42ാമത്തെ വയസ്സിൽ പുള്ളിക്ക് എന്താണ് എൻലൈൻമെന്റ് കിട്ടുകയാണ്. ഇപ്പൊ നമുക്ക് പലപ്പോഴും നിങ്ങൾക്ക് തോന്നില്ലേ 25-26 വയസ്സായിട്ട് ഞാൻ ഒന്നും ആയില്ല, ഒന്നും എത്തിയില്ല എന്നുള്ളത്. സോ ഡോണ്ട് പാനിക് അബൌട്ട്. ദേ സ്റ്റാർട്ടഡ് their life only at 30s and Buddha started real meaning of life only at 35. He got only at 42. So there is enough time in your life to become something. The only thing is that you focus on what exactly you needed എന്നുള്ളത് മാത്രമാണ്. So
എന്ത് ചെയ്യുന്നു? 42ാമത്തെ വയസ്സാവുമ്പോഴേക്കും ഇയാൾക്ക് കൈവല്യം കിട്ടുന്നു. കൈവല്യം എന്ന് പറഞ്ഞാൽ സുപ്രീം നോളജ് ആണ്. സോ സുപ്രീം നോളജ് എൻലൈറ്റ്മെന്റ് ആവുന്നു. ഈ എൻലൈറ്റ്മെന്റ് ആവുന്ന ഇതിന്റെ ശേഷം ഇയാൾക്ക് വരുന്ന ടൈറ്റിലാണ് മഹാവീര എന്ന് പറയുന്നത്. സോ മഹാവീര എന്ന് വിളിക്കുന്നത് കൊണ്ട് അർത്ഥം എന്താണ്? ദ സുപ്രീം ഹീറോ എന്നുള്ളതാണ്. ഈ ജൈനനെ അന്ന് തൊട്ട് നമ്മൾ മഹാവീരനെ നമ്മൾ പിന്നെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് ജിന്ന എന്നാണ്. ഈ ജിന്ന എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ശരിക്കും ജൈനിസം വരുന്നത്. ജിന്ന എന്ന് പറയുന്നത് ദ കോൺഗ്രർ, അതായത് ഈ ഒരു ഫൈനൽ കൈവല്യം കിട്ടിയ ആള്, ഫൈനൽ നോളജ് കിട്ടിയ ആള്, ഫിയറിനെ കോൺഗ്രർ ചെയ്ത ആള്, നോളജിനെ കോൺഗ്രർ ചെയ്ത ആള്, അതിനാണ് ഈ ജിന്ന എന്ന് വിളിക്കുന്നത്. സോ ജിന്ന എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കോൺഗ്രർ ചെയ്ത ആള്. ഈ കോൺഗ്രർ ചെയ്ത ആൾക്ക് ജിന്നേനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ജിന്ന ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് ജെയിൻസ് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പൊ ഫോളോവേഴ്സ് ജെയിൻസ് ആയി, മറ്റേ ആൾ എന്താണ്? ജിന്നയായി. ഓക്കെ, സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു പേരുണ്ട്, നിർഗ്രാന്ത എന്നും ഇയാൾ വിളിക്കാറുണ്ട് മഹാവീരനെ. സോ ദീസ് ആർ ദ ടൈറ്റിൽസ്. മഹാവീര എന്നൊക്കെ പറയുന്ന ടൈറ്റിൽസ് ആണ്. ഇനി ഡോക്ട്രിൻ ഓഫ് ജൈനിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്യാൻ പാടില്ല? ഒന്ന് അഹിംസയാണ്, നോൺ വയലൻസ് ആണ്, അബ്സല്യൂട്ട് നോൺ വയലൻസ് ആണ് ഇവർ പറയുന്നത്. 2 സെക്ട് ഉണ്ട്, നമുക്ക് അതിലേക്ക് ഡിസ്കസ് ചെയ്യാം. സോ നോൺ വയലൻസിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ സത്യ, നുണ പറയാൻ പാടില്ല, സ്റ്റീൽ ചെയ്യാൻ പാടില്ല. ഇതും ബുദ്ധിസ്റ്റൊക്കെ ആയിട്ട് ഏകദേശം ഇവരൊക്കെ ഒരേ സമയത്തുള്ള ആളുകളല്ലേ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കട എടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇതുപോലെ തന്നെ എന്തുണ്ട്? അപരിഗ്രഹ, അതായത് എന്ത് ചെയ്യാൻ പാടില്ല? പ്രോപ്പർട്ടി അക്വയർ, വെൽത്ത് അക്വയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് വെൽത്ത് അക്വയർ ചെയ്യാൻ പറ്റാത്തതിന് ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഞാൻ പറഞ്ഞില്ല 6th സെഞ്ചുറി BC നമ്മൾ അയണിന്റെ കണ്ടുപിടുത്തം വന്നതിന് ശേഷം പഞ്ച്മാർക്ക് കോയിൻസ് ഒക്കെ വന്നപ്പം ഈ സാധനം മേടിക്കണം, കളക്ട് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വന്നു. അതുവരെ ജീവിതം എന്ന് പറയുന്നത് ഈ പഞ്ച്മാർക്ക് കോയിൻസ് ഒന്നുമില്ല, ബാർട്ടർ സിസ്റ്റം, അതുപോലെ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആയിരിക്കുക. അപ്പം വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. അഗ്രികൾച്ചറിന്റെ സെറ്റിൽമെന്റ് വന്നതോടുകൂടി വെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് വന്നു. അപ്പൊ കോയിൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താ? എല്ലാവരും പോയി പണിയെടുക്കണം. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, അത് പുതിയ മോഡൽ ഓഫ് ലൈഫ് സ്റ്റൈലാണ്. ഡ്രസ്സ് ഇടണം, പുതിയ ഡ്രസ്സ് വന്നു, പുതിയ കോയിൻസ് കളക്ട് ചെയ്യണം, എന്നാൽ അതിന് പോയി പണിയെടുക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? അപ്പൊ കുറെ ആളുകൾക്കുള്ള ഒരു ഇഷ്ടം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വെറുതെ ഇരിക്കണം എന്നുള്ളായിരുന്നു ഇഷ്ടം. അവർക്ക് ഇങ്ങനെ കുറെ പണിയെടുക്കുന്നു, പല ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ഇഷ്ടമല്ല. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഇങ്ങനെ പ്രോപ്പർട്ടി ഒന്നും വേണ്ടെന്ന് പറയുമ്പോഴേക്കും കുറെ ഫോളോവേഴ്സ് എന്ത് ചെയ്യും? ഇതിനോട് അട്രാക്റ്റഡ് ആവും. കാരണം ഇതെന്താ? ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ അല്ലെങ്കിലും നമുക്ക് എന്താണ്, നമ്മൾ ചോയ്സ് ചെയ്ത് സക്സസ് ആയ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ഫൈനൽ ഡോക്ടറിൻ എന്ന് പറയുന്നത് ഒബ്സർവൻസ് ഓഫ് ബ്രഹ്മചര്യാണ്. ഇതിനകത്ത് മഹാവീരന്റെ കാര്യത്തിലേക്ക്, ജൈനിസത്തിലേക്ക് വരുന്ന സമയത്ത് there are many there are many leaders with respect to ത്രിതങ്കരാസ് ഉണ്ട് ബേസിക്കലി ജൈനിസത്തിലേക്ക് വരുമ്പോൾ. അപ്പൊ ജൈനിസത്തിലേക്ക് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 എണ്ണം എന്ന് പറയുന്നത് ആക്ച്വലി മഹാവീരന്റെ കോൺട്രിബ്യൂഷൻ അല്ല. മുന്നേ ഉള്ള ത്രിതങ്കരാസ് എന്ത് ചെയ്താണ്? കോൺട്രിബ്യൂട്ട് ചെയ്താണ്. there are 24 ത്രിതങ്കരാസ്. അതിൽ 24ാമത്തെ ആളാണ് മഹാവീര എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ ഉള്ള ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്താണ് ഈ ഫസ്റ്റത്തെ 4 എണ്ണേ. ഈ ബ്രഹ്മചര്യ മാത്രമേ ആര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ? മച്ചാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. മച്ചാന് കല്യാണം കഴിച്ച എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം മച്ചാന് തോന്നി ഇനി എന്ത് ചെയ്താണ്ട് ആരും വേറൊരു പരിപാടിക്കും പോകണ്ട, ബ്രഹ്മചര്യം മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ ഒരു സാധനം മാത്രമേ മച്ചാൻ ഓർഡർ ചെയ്തു, മീൻസ് ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനവും മുന്നത്തെ ത്രിതങ്കരാസ് ആഡ് ചെയ്തതാണ്. സോ 24th ത്രിതങ്കരാസ് ആണ് മഹാവീര എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തും ത്രിരത്നാസ് അല്ലെങ്കിൽ 3 ജ്വല്ലേഴ്സ് ഓഫ് ജൈനിസം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മോക്ഷയാണ്. അതുപോലെ തന്നെ മോക്ഷ, ദാറ്റ് മീൻസ് ലിബറേഷൻ, സ്പിരിച്വൽ ലിബറേഷൻ കിട്ടുക. അതുപോലെ തന്നെ സമയജ്ഞാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് നോളജ്. സോ കൃത്യമായുള്ള റൈറ്റ് റിയാലിറ്റി, റൈറ്റ് നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. നേച്ചർ ഓഫ് റിയാലിറ്റി, സെൽഫ്, യൂണിവേഴ്സ്, ഇറ്റ് മീൻസ് റെക്കഗ്നൈസിംഗ് ദ ഫണ്ടമെന്റൽ ട്രൂത്ത് അബൌട്ട് സോള്, കർമ്മ. അപ്പൊ റൈറ്റ് നോളജ് ഉണ്ടാവുക. അതേപോലെ തന്നെ റൈറ്റ് ഫെയ്ത്ത്, അതായത് സംഖ്യദർശന. അപ്പൊ റൈറ്റ് നോളജ്, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് കണ്ടക്ട്, ഈ 3 കാര്യങ്ങൾ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് മോക്ഷ കിട്ടാൻ വേണ്ടി. 3 ജോൽസ് ഓഫ് മോക്ഷ. മോക്ഷ കിട്ടണം എന്നുണ്ടെങ്കിൽ, ലിബറേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ റൈറ്റ് നോളജ് വേണം, റൈറ്റ് ഫെയ്ത്ത് വേണം, റൈറ്റ് കണ്ടക്ട് വേണം. അല്ലെങ്കിൽ സമയജ്ഞാന, സമയക് ദർശന, സമയക് ചരിത്ര. അടിപൊളി. അപ്പൊ ഈ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? കൃത്യമായ എത്തിക്കൽ ഡിസിപ്ലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ് ജൈനിസം പറയുന്നത്. ഇനി ജൈനിസത്തിലേക്ക് വരുമ്പോൾ 2 കൗൺസിലുകൾ മാത്രമേ ജൈനിസത്തിൽ ബേസിക്കലി നടക്കുന്നുള്ളൂ. ഇതൊരു വലിയ കോൺഫ്ലിക്റ്റിന് ശേഷമാണ് ജൈനിസത്തിൽ ഈ കൗൺസിൽസ് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. ജൈനൊക്കെ മരിച്ചതിന് ശേഷം ഒരു 200 വർഷത്തിന് ശേഷമാണ് കൗൺസിൽസ് ഇവിടെ രൂപപ്പെടുന്നത്. ബുദ്ധന്റെ കാര്യത്തിൽ ബുദ്ധ മരിച്ച് ഇമ്മീഡിയറ്റ്ലി തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ അവിടെ കൗൺസിൽ വന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? 200 വർഷത്തിന് ശേഷമാണ് കൗൺസിൽ വരുന്നത്. ബേസിക്കലി ഇത് എന്തുകൊണ്ടാണ് നടക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നിങ്ങൾ ആലോചിക്കുന്നത് ഈ ബുദ്ധിസത്തിന്റെ ആ സമയത്ത് ഈ മൗര്യൻ പീരീഡ്, മൗര്യന്മാരാണ് ഇതിന്റെ എല്ലാം ടീംസ്. അപ്പൊ ഈ ചന്ദ്രഗുപ്ത മൗര്യയാണ് എന്ത് ചെയ്യുന്നത്? ജൈനിസത്തിന്റെ വൺ ഓഫ് ദ ഫോളോവർ എന്ന് പറയുന്നത്. മൗര്യന്മാരെ ഈ ജെയിൻസിനെ നിങ്ങൾക്ക് കർണാടകയിൽ കാണാൻ പറ്റും. ഓക്കെ, സോ മഗധയില്, അതായത് മൗര്യന്റെ പഴയ ക്യാപിറ്റലായ മൗര്യന്റെ പഴയ ക്യാപിറ്റലായ മഗധയില് വെള്ളപ്പൊക്കം വരും.
ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഇവർ പറയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടീമും കുറച്ചുകൂടി വന്നിട്ട് എവിടെ വന്നു, ഈ കർണാടകയിലേക്ക് വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ കർണാടകയിലേക്ക് വന്ന സമയത്ത് കർണാടകയിൽ വന്നിട്ട് ഇവിടെയുള്ള കുറെ ആളുകൾ ഇവിടെ സെറ്റിലായി, ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറച്ചുപേര് താമസിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഫിലോസഫീസ് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യ വയസ്സായി മരിക്കാനാവുന്ന സമയത്ത് കർണാടകയിൽ വന്നിട്ട് ജൈനിസം ഫോളോ ചെയ്തിട്ട് അങ്ങനെയാണ് കർണാടകയിൽ വെച്ചിട്ടാണ് മരിച്ചതെന്നൊക്കെ പറയുന്ന ആളുകൾ പല വ്യൂ പോയിന്റുകളുണ്ട്. ഇതൊക്കെ പല എവിഡൻസുകൾ ഇങ്ങനെ ഹിസ്റ്ററി ആണല്ലോ, ഏൻഷ്യൻ ഹിസ്റ്ററി ആണല്ലോ. പക്ഷെ അവർ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് കുറച്ച് പേരെല്ലാം കൂടിയിട്ട് എങ്ങോട്ട് വന്നു, ഈ കർണാടകയിലേക്ക് വന്നു. കർണാടകയിലേക്ക് വന്ന് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് ജീവിച്ചതിന് ശേഷം ഇവർ പിന്നെ തിരിച്ച് മഗധയിലേക്ക് പോകുന്നുണ്ട്. തിരിച്ച് മഗധയിലേക്ക് പോകുന്ന രണ്ട് ടീമാണ്, രണ്ട് ലീഡേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഈ കർണാടകയിലേക്ക് പോയ ടീമിന്റെ ലീഡറിന്റെ പേരാണ് ഭദ്രബാഹു. മഗധയിൽ തന്നെ അവിടെ തന്നെ വെള്ളപ്പൊക്കം വന്നപ്പോൾ പിടിച്ചു നിന്ന കുറച്ച് ടീം ഉണ്ടല്ലോ, ആ ടീമാണ് സ്ഥുലബാഹു. സ്ഥുലബാഹു എന്ന് പറയുന്ന മഗധയിൽ തന്നെ നിന്ന ടീമിന്റെ ലീഡറാണ്. ലീഡർ ഇത് കർണാടകയിൽ വന്ന ആളെ ലീഡർ. ഓർത്തു വെക്കാൻ നിങ്ങൾ ഓർത്തു വെച്ചാൽ സ്ഥുല ഒരു സ്ഥലത്ത് തന്നെ നിന്ന ടീം, വേറെ എവിടെയും പോയിട്ടില്ല. ഓക്കെ, ആ ചങ്ങായിയാണ് സ്ഥുലബാഹു. അവൻ എവിടെയും പോയിട്ടില്ല, സ്ഥുലബാഹു ആണ്. ഭദ്രബാഹു എന്നാണ് കർണാടകയിലേക്ക് പോയ ടീം. ഈ ഭദ്രബാഹുവും ടീമും ഇതൊക്കെ മഗധയിലെ ഇവിടുത്തെ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കർണാടകയിൽ നിന്ന് തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോയി. തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോയിട്ട് ഇവർ പറഞ്ഞു, ഈ മഗധയിൽ നിന്ന ടീംസ് എന്ത് ചെയ്താണ്, ഇവര് ജൈനിസത്തിന്റെ ഫിലോസഫിയിലൊക്കെ ഫുൾ അലമ്പാക്കി. ഇവര് സ്ത്രീകളെയൊക്കെ ജൈനിസത്തിന്റെ ഉള്ളിലേക്ക് കയറ്റി ഫുള്ള് അലമ്പാണ്. ഇവര് ലൈഫൊക്കെ മെറ്റീരിയലിസ്റ്റിക് ലൈഫാണ്, ഇവർ കുറെ റിച്ച് ആവാൻ തുടങ്ങി, ഇവർ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് വന്നു. ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് വന്നപ്പം ചന്ദ്രഗുപ്ത മൗര്യ പറഞ്ഞു, നമുക്കൊരു കൗൺസിൽ ഇരിക്കാം, ഈ കൗൺസിലിൽ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. കൗൺസിൽ ഇരുന്നു, കൗൺസിൽ അടിയായി. കൗൺസിലിന്റെ ചെയർമാനാണ് സ്ഥുലബാഹു, അതായത് മഗധയിലുള്ള ടീമിന്റെ ലീഡർ ആയിരുന്നു. അവിടുത്തെ പാട്ലിപുത്രയിലാണ് ഇപ്പത്തെ പട്ന. ഓക്കെ, പാട്ലിപുത്രയിൽ വെച്ചിട്ടാണ് കൗൺസിൽ നടക്കുന്നത്. ഇവർ തമ്മിൽ അടിയായി. ഈ അടിയുടെ ഇടയിൽ ഇവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വിചാരിച്ചു നമ്മൾ തമ്മിൽ ഇനി സ്പ്ലിറ്റ് ആവുകയാണ്. അങ്ങനെ രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് ജൈനിസം മാറുന്നുണ്ട്. ഒന്ന് ദിഗംബരാസും രണ്ട് ശ്വേതാംബരാസും എന്നുള്ള രീതിയിൽ ബുദ്ധിസം ഇതാവാണ്. സോ ദിഗംബരാസ് എന്ന് പറഞ്ഞാൽ ചന്ദ്രബാഹുവിന്റെ ടീംസ് ആണ് ദിഗംബരാസ് ആയി വരുന്നത്. ഓക്കെ, ഇവരെന്താണ്, ശ്വേതാംബരാസ് ആണ്. സോ ഇത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ദിഗംബരാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്കുകൾ അല്ലെ, ദിഗംബര എന്ന് പറയുമ്പോൾ ദിക്കില്ലേ, ദിക്കുകൾ തേടി യാത്രയാവുന്നവരാണ് ഇവർ. ഏത് ദിക്കില്ല, ഇവര് സൗത്തിലുള്ളത്. ദിക്കുകൾ തേടി യാത്രയാവുന്നവരാണ് ദിഗംബരാസ് അല്ലെങ്കിൽ ഭദ്രബാഹു. സ്ഥുലബാഹു ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്, ദേ ആർ ശ്വേതാംബരാസ്. ഓക്കെ, സോ ഈ രണ്ട് ഭാഗങ്ങളായിട്ട് ഇവര് തിരിഞ്ഞു. ഈ രണ്ടുപേരും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിഗംബരാസിനെ സംബന്ധിച്ചോളം ദിഗംബരാസ് പറയുന്നത്, അത് ഇപ്പം ഈ ജെയിനിന്റെ ഒറിജിനൽ ഫിലോസഫി ഇവരാണ് വിശ്വസിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. സോ ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി എല്ലാം വെടിയണം, ഫുൾ ന്യൂഡായിരിക്കണം. ന്യൂഡിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സോ ഇവര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവര് ക്ലോത്ത്സ് ഒന്നും ഇടില്ല. ക്ലോത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നിർവ്വാണയിൽ അല്ലെങ്കിൽ ആ ഫൈനൽ നോളജിലേക്ക് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പം ഇവരെന്ത് ചെയ്യില്ല, ക്ലോത്ത്സ് ഒന്നും ഇടില്ല. അതുകൊണ്ട് തന്നെ ക്ലോത്ത്സ് ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കി, ഇവർക്ക് സ്ത്രീകൾക്ക് ഇവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമോ? കാരണം ക്ലോത്ത് ഇടാത്ത ഇവന്മാരെ കൂടെ സ്ത്രീകൾ കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എന്ത് ചെയ്യില്ല, ഈ ഒരു ജെയിൻ സംഭവം മുന്നോട്ട് പോകുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ വിശ്വസിക്കുന്നില്ല സ്വന്തം സ്വന്തം രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നിർവ്വാണ അല്ലെങ്കിൽ മോക്ഷം കിട്ടാൻ പറ്റും എന്നുള്ള ഇവർ വിശ്വസിക്കുന്നില്ല. കാരണം ഇവരെ മൊണസ്റ്റിക് സ്ഥലത്തേക്കൊന്നും സ്ത്രീകളെ കയറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അവര് ചെയ്യാറില്ല, കാരണം ഇവര് ന്യൂഡിറ്റിയിലാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. സോ ഇവര് ബേസിക്കലി പ്രീച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവർ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അഹിംസ, സത്യ, അസ്ത്യ, അപഹൃഹ, ബ്രഹ്മചര്യ എന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഭദ്രബാഹു ആണ് ഇവരുടെ ലീഡറിന്റെ പേര്. കർണാടകയിലാണ് ഇവരുടെ പരിപാടികളെല്ലാം മെയിൻ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഫാമിന് ശേഷമാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കർണാടകയിൽ നിൽക്കുന്നത്. ആൻഡ് ബിലീവ് വുമൺ കനോട്ട് ബി ത്രിതങ്കരാസ്. വുമൺ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മോക്ഷം കിട്ടി ത്രിതങ്കരാസ് ആവാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ ബിലീവ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ത്രിതങ്കരാസ് എന്താണ്, കംപ്ലീറ്റ്ലി ബ്രഹ്മചര്യമാണ്. ദേ ഡു നോട്ട് മാരി, കംപ്ലീറ്റ് ബ്രഹ്മചര്യ അവർ ഫോളോ ചെയ്യുന്നത്. സ്ട്രിക്റ്റ് മൊണസ്റ്റിക് ലൈഫാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇനി അതാണ് ഇവര് കണ്ടത്. ഇവര് നിങ്ങൾക്ക് കാണാൻ പറ്റും, കർണാടകയിൽ പല പരിപാടികൾക്കും നിങ്ങൾക്ക് ഇവരെ കാണാൻ പറ്റും. ബേസിക്കലി ദേ ഡോണ്ട് പബ്ലിക്കലി അങ്ങനെ പുറത്തു വരില്ല. ഇവര് മൊണസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അവര് ഡ്രസ്സ് എന്ത് ചെയ്യാറില്ല, ഒന്നും ഇടാറില്ല. ഒരു ഡ്രസ്സ് ഇവര് പൊതുവെ ഇടാറില്ല. കംപ്ലീറ്റ്ലി നേക്കഡ് ആയിരിക്കും ഇവര്. ഓക്കെ, ഇനി ശ്വേതാംബരാസ് എന്ന് പറയുന്നതാണ് വൈറ്റ് ക്ലാഡ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ഡ്രസ്സ് ഇടും. ഇവരെന്താ വെള്ള ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും ഇവർ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, സോ വൈറ്റ് ക്ലാഡ്സ് ആണ്. ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവര് സിമ്പിൾ വൈറ്റ് ക്ലോത്ത്സ് ഇവർ എപ്പോഴും വെയർ ചെയ്യും. അതുപോലെ തന്നെ ഇവർ എപ്പോഴും മാസ്ക് ഇട്ടിട്ടുണ്ടാവും. കാരണം ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ഫോളോവേഴ്സാണ്. സ്ട്രിക്റ്റ് ഫോളോവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ശ്വസിക്കുമ്പം ഈ പ്രാണി ഒന്നും കയറി വായിൽ പോയി ചാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മാസ്ക് ഇടുന്നത്. അല്ലാതെ കോവിഡ് ആയതുകൊണ്ടല്ല. കോവിഡിന് മുന്നേ സഞ്ചരിച്ച ടീമാണ് ഇവർ കേട്ടോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി മാസ്ക് ഇടും. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ബാക്കി 4 ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്രഹ്മചര്യം ഇവർ ഫോളോ ചെയ്യുന്നില്ല.
മനസ്സിലായല്ലോ? ഇവിടെ സ്ത്രീകൾക്ക് പ്രയോറിറ്റി ഇല്ല, സ്ത്രീകളെ കയറ്റുന്നില്ല. സ്ത്രീകൾ ഉണ്ട് അവർക്ക്, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് നിർവ്വാണം കിട്ടുന്നൊന്നും ഇവർ ബിലീവ് ചെയ്യുന്നില്ല. പക്ഷെ ഇവർക്ക് സ്ത്രീകൾക്ക് പോസിബിൾ ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യം ഇവർ ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ സ്ഥൂലഭദ്രയാണ് ഇവർ, അല്ലെങ്കിൽ സ്ഥൂലബാഹു എന്നൊക്കെ വിളിക്കും. എന്താണ്, മഗധയെ തന്നെ നിന്ന ടീമാണ് ഇവരുടെ ടീം. ഇവർ വിചാരിക്കുന്ന വുമണ്ണും എന്ത് ചെയ്യാൻ പറ്റും, ത്രിതങ്കരാസ് ആവാൻ പറ്റും എന്നുള്ളതാണ് ഇവർ ബിലീവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൊണസ്റ്റിക് റൂൾസ് ആർ ലെസ് റിജിഡ് ആണ് ശ്വേതാംബരത്തിനെ സംബന്ധിച്ചോളൂ കേട്ടോ. ഇതാണ് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. ഈ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ തന്നെ അംഗാസ്, ഇപ്പം ജെയിൻസിനെ നിങ്ങൾക്ക് അറിയാം. ജെയിൻസ് എന്ത് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ അല്ല. അഗ്രികൾച്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, അവിടുത്തെ നമ്മൾ ഉഴുതൊക്കെ മറിയുന്ന സമയത്തേക്ക് ഇവർ ഫുൾ ട്രേഡേഴ്സാണ്. ജെയിൻസ് ആണ്. ഇപ്പൊ ഗുജറാത്ത് ഭാഗത്തൊക്കെ പോയി എല്ലാം ജെയിൻസ് ആണ് ആക്ച്വലി ഇന്ത്യനെ കൺട്രോൾ ചെയ്യുന്നത്, ബെൽറ്റ് ഒക്കെ കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, അംബാനി ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ്, ജെയിൻസ് ആണ് ബേസിക്കലി. അപ്പം എന്താണ് ഇവിടെ സംഭവം, പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ഇപ്പൊ ഫുൾ they are the minority population in India and they control everything in India. Okay, political decision, business decision, everything. That is the capacity of Jains. They are business people. Basically they are business people. So ഇവരെന്ത് ചെയ്യില്ല, ഇവർ കൃഷിയൊന്നും ചെയ്യില്ല. ഇവർ ഈവൻ ഉള്ളി കഴിക്കില്ല, ഭൂമിന്റെ അടിയിൽ ഉണ്ടാവുന്ന ഒന്നും ഇവർ കഴിക്കില്ല. പക്ഷെ they will eat carrot. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലീജിയൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്തൊക്കെ ഇവിടെ ഉണ്ടോ അത് മാത്രമേ ഇവർ കഴിക്കാതിരിക്കുള്ളൂ. അപ്പം ക്യാരറ്റ് ഒക്കെ ഭയങ്കര ലേറ്റർ പീരീഡിലാണ് ഇന്ത്യയിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവർ ഈ ക്യാരറ്റിനെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ കാരണം ഇതിനകത്തൊക്കെ കുറച്ച് കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്. കഴിക്കാതിരിക്കണം, എല്ലാം കഴിക്കാതിരിക്കണം, പക്ഷെ ചില സാധനങ്ങൾ ഇവർ കഴിക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ബുക്സ് എവിടെയും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് പിന്നീട് വളരെ യൂറോപ്യൻസ് വരുമ്പോഴാണ് ക്യാരറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ വന്ന സാധനങ്ങളൊക്കെ കുറെയൊക്കെ പിന്നീട് അപ്ഡേഷൻ വന്ന സമയത്ത് ഇവർ അപ്ഡേറ്റ് ചെയ്ത് പോയി. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ എല്ലാത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ദിഗംബരാസിൽ വുമണിന് എൻട്രി കൊടുക്കുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ദിഗംബരാസ് വുമൺ എൻട്രി കൊടുക്കുന്നില്ല, ഇവിടെ എന്ത് ചെയ്യാം, വുമണിന് പറ്റും, പോസിബിൾ ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതേപോലെ ബുദ്ധിസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിസത്തിൽ വുമണിന് എൻട്രി കൊടുക്കാൻ പറ്റുമോ? ബുദ്ധിസത്തിലും വുമൺ എൻട്രി ഉണ്ട്. ബുദ്ധിസത്തിൽ വുമൺ എൻട്രി ഉണ്ട്. ബുദ്ധിസത്തിൽ ഇനിഷ്യലി വുമൺ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലൈറ്റർ പാർട്ട് ആയപ്പോഴേക്കും എന്ത് ചെയ്തു, ബുദ്ധന്റെ ഡിസിപ്ലിൻ ആനന്ദ ചോദിച്ചു, അല്ല ബുദ്ധേ, നമുക്കുള്ള പോലെ തന്നെ സ്ത്രീകൾക്കും തുല്യ അവകാശമില്ലേ നിർവ്വാണയിൽ എത്താൻ വേണ്ടിയിട്ട്? അപ്പം ആനന്ദന് പറഞ്ഞു, ശരിയാണ് ഇത് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് എൻട്രി കൊടുത്തു. എന്നിട്ട് ശേഷം ബുദ്ധ ആനന്ദനോട് പറയുന്നുണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷം, ആനന്ദേ, സ്ത്രീകൾക്ക് ബുദ്ധിസത്തിൽ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിസം കുറെ കാലം കൂടി നിന്ന് പോയനെ എന്ന് ബുദ്ധ തന്നെ പറയുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ബേസിക്കലി എന്താന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീകളോട് വന്ന സമയത്ത് ആയപ്പോഴേക്കും ഇവരുടെ അസറ്റിക് ലൈഫ്സും മെഡിറ്റേഷനും ഒക്കെ ഡിസ്ട്രപ്ഷൻ ആയി. അങ്ങനെ ഇവർ കംപ്ലീറ്റ്ലി മെറ്റീരിയലിസ്റ്റിക് ഓറിയന്റഡ് ആയി മാറി. കുറച്ച് സംഘത്തിന്റെ ഇടയിലൊക്കെ കുറച്ച് അലമ്പം പരിപാടികളൊക്കെ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, ബുദ്ധിസത്തിന് ഒരു ഡിക്ലൈൻ പാർട്ടായിട്ട് വുമൺ എൻട്രീനെയാണ് ഹിസ്റ്റോറിയൻസ് കാണുന്നത്. ഓക്കെ, സോ ലിറ്ററേച്ചർ നോക്കുവാണെങ്കിൽ നമ്മൾ ലിറ്ററേച്ചർ ഇവിടുന്ന് ഈ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതുവരെ ലിറ്ററേച്ചർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. സോ അങ്കാസ് ആണ് ഇവരുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ ഓക്കെ, അങ്കാസ് എന്ന് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ അത് ജൈനീസ് ലിറ്ററേച്ചർ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫുള്ള് വേറെ അറിയില്ലെങ്കിലും അങ്കാസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുത്തിക്കാം. ഓക്കെ, അപ്പൊ 12 അങ്കാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് കമ്പയർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ജെയിൻ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് വല്ലഭിയിലാണ് കേട്ടോ. സോ വല്ലഭിയിൽ നടക്കുന്നുണ്ട്. അത് ഫൈനൽ കമ്പൈലേഷൻ ഓഫ് 12 അങ്കാസ് ആണ് അവിടെ നടക്കുന്നത്. ദെൻ ഉപ അങ്കാസ്, അതിന്റെ സബ് അങ്കാസ് ആണ് ഉപ അങ്കാസ് എന്ന് പറയുന്നത്. സോ അങ്കാസ് ബേസിക്കലി അങ്കാസ് കമ്പയർ ചെയ്യുന്ന ആളുടെ പേരാണ് ഗനദ്ദാരാസ് ചീഫ് ഡിസിപ്ലിൻസ് ആണ് ഇവർ ചെയ്യുന്നത്. സോ മഹാവീരന്റെ ഡിസ്കോഴ്സസ് ഒക്കെ ടീച്ചിങ്സ് ഇവർ എന്ത് ചെയ്യുന്നു, അങ്കാസ് ആക്കി അഗ്മാസ് ആയിട്ട് മാറ്റുവാണ്. സോ ശ്വേതാംബരന്റെ ഉള്ളിൽ വരുന്ന 12 അങ്കാസ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് അച്ചരംഗ സൂത്ര, ഭഗവതി സൂത്ര, ഉപാങ്കാസ്, പ്രഗിനാസ്, ചേതസൂത്രാസ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തിക്കോള ഇതാരായിരിക്കും, ജൈനിസം ആയിരിക്കും കേട്ടോ. സോ അതുപോലെ ഇവര് ചെയ്ത ലാംഗ്വേജ് അർദ്ധമർഗി ലാംഗ്വേജ് ആണ്, മഗധി ലാംഗ്വേജ് ആണ്. മഗധി ലാംഗ്വേജിൽ നിന്നാണ് പിന്നീട് മറാത്തി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ലാംഗ്വേജ് ഡെവലപ്മെന്റിലൊക്കെ ജൈനിസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മഗധിയിൽ നിന്ന് പിന്നീട് മറാത്തി വരുന്നു. സോ പാറ്റലിപുത്രയിലാണ്, വല്ലഭിയിലൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. 12 പൂർവാസ് വരുന്നത്. ഏർലി ടെക്സ്റ്റസ് നൗ മോസ്റ്റ്ലി പൂർവാസ് ഒക്കെ ഇപ്പം കുറെയൊക്കെ നശിച്ചുപോയി. ശ്വേതാംബരാസ് ആണ് പിന്നീടും അവരുടെ പഴയ ടെസ്റ്റ് ഒക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ദിഗംബരാസ് അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടൊന്നുമില്ല, കുറെ സാധനങ്ങളൊക്കെ നശിച്ചുപോയി. ഓക്കെ, ചരിദാസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഫുൾ ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. ഓക്കെ, പുരാണാസ്, ആദി പുരാണാസ്, ലൈഫ് ഓഫ് ഋഷഭ, പുരാൺ ജെയിൻസ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയെ. തത്വാർത്ഥ സൂത്രാസ്, സംയുത്ര ഒക്കെ ഉണ്ട്. ജൈനിസത്തിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫിലോസഫിയാണ് അനേകാന്തവാദ, which is also very important for your ethics answer writing as well as. So അനേകാന്തവാദയിൽ എന്താണ് പറയുന്നത്, ഡോക്ടറിൻ ഇംപ്ലൈസ് ദാറ്റ് എന്താണ്, ട്രൂത്ത് എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ് ആൻഡ് മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട്സ് ആണ്.
നമുക്ക് വൺ സൈഡ് ഓഫ് ട്രൂത്ത് മാത്രമേ നമുക്ക് അറിയുണ്ടാവുള്ളൂ. പക്ഷെ മറ്റേ സൈഡും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെയാണ്, ഒരു ബോളിന്റെ അപ്പുറം ഇപ്പറയും രണ്ട് പെയിന്റ് അടിച്ചിട്ട് ഈ സൈഡിൽ നോക്കുമ്പോൾ ബോൾ വൈറ്റ് ആയിട്ടും തോന്നും, മറ്റേ ആൾക്ക് അത് കറുപ്പായിട്ടും തോന്നും. അപ്പം നമ്മൾ ആ സൈഡിന്റെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാക്ട്ലി എന്താണ് ട്രൂത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ട്രൂത്ത് എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല, ഒരു ട്രൂത്ത് അല്ല ഉള്ളത്. ദർ ആർ പ്ലൂറലിസം ഓഫ് ട്രൂത്ത്, അല്ലെങ്കിൽ ദർ ഇസ് എ ഡിഫറെന്റ് ട്രൂത്ത് കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സെയിം ടൈം. അപ്പൊ ഡിഫറെന്റ് ട്രൂത്ത് ഒരേ സമയത്ത് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ട്രൂത്ത് പല ടൈപ്പാണ്, മൾട്ടി ഡയമെൻഷനിലാണ്, ട്രൂത്ത് കോംപ്ലക്സ് ആണ്. സോ ഇന്റർപ്രിട്ടേഷൻ എന്താണ്, ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. നോൺ അബ്സല്യൂട്ടിലാണ്, ഇന്റർജക്റ്റിലായി റിലീജിയസ് പ്ലൂറലിസം, റിലീജിയസ് ഫാനറ്റിസിസം ഒന്നും പാടില്ല. എല്ലാവർക്കും എന്താണ്, ഇപ്പം ആനേനെ ബ്ലൈൻഡ് ആയിട്ടുള്ള 7 ആളുകൾ, ഇതിന്റെ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ട്, 7 ബ്ലൈൻഡ് ആളുകൾ ആനേനെ പിടിക്കുമ്പോൾ ആനേനെ ഏതേത് ഭാഗം പിടിക്കുന്നു ആ ഭാഗത്തിനനുസരിച്ചായിരിക്കും ഇവർ ആന എന്ന് ഡിഫൈൻ ചെയ്യുക. ഒരാൾ പറയും ആന പില്ലറാണ്, ഒരാൾ ആന സ്നേക്ക് പോലെയാണ്, ഒരാൾ പറയും ആന എന്ന് പറയുന്നത് വലിയ ചെവി പോലെയാണ്. സോ എല്ലാവരും പറഞ്ഞത് എന്താണ്, ശരി തന്നെയാണ്. സോ ഓട്ടോമാറ്റിക്കലി എന്താണ്, ട്രൂത്ത് ഹാസ് എ മൾട്ടി ഡയമെൻഷൻ ആൻഡ് കോംപ്ലക്സ് എന്നുള്ളതാണ് ട്രൂത്തിനെ പറ്റി പറയുന്നത്. ഇനി ജൈനിസ്റ്റ് ഫിലോസഫിന്റെ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോറി, ആർക്ക് ആൻഡ് ആർക്കിടെക്ചറിലെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ, കേവ്സ് നോക്കുകയാണെങ്കിൽ ഉദയഗിരി കേവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉദയഗിരി കേവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് തന്നെ റാണി ഗുംബ എന്ന് പറയുന്ന കേവ്സ് ആണ്. ഇത് ചെയ്യുന്നത് ക്യൂൻ ഓഫ് ലക്കേന്ദു കേസരി, കിങ് ഓഫ് കരവേലയാണ് എന്ത് ചെയ്യുന്നത്, ഈ പരിപാടികൾ ഇതിനകത്തുള്ള സ്കൾപ്ചർ ഒക്കെ ഡെപിക്ട് ചെയ്യുന്നത്. വിക്ടറി മാർച്ച് ഓഫ് കിങ് ഓഫ് കരവേലന്റെ സ്റ്റോറീസ് ഒക്കെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഉദയഗിരിയിലുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ കേവ്സ് ആണ് എലോറ കേവ്സ്. എലോറ കേവ്സ് ആണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം, കാരണം നിങ്ങൾ നോക്കി എലിഫന്റിന്റെ മുകളിൽ പില്ലർ ഉള്ളത് എവിടെയാണ്, എലോറ കേവ്സിലാണ്. സോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് എലോറ കേവ്സ് ആണെന്നുള്ളത് കേട്ടോ. സോ ഇവിടെ എന്തുണ്ട്, എലോറ കേവ്സിൽ എല്ലാം ഉണ്ട്, ബുദ്ധിസം ഒക്കെ എലോറ കേവ്സിലുണ്ട്, അവിടെ ജൈനിസും ഉണ്ട്. സോ ബേസിക്കലി ഇത് ആരുതാണ്, ദിഗംബരാസിന്റെ ആണ്, ഈ ദിഗംബര സെറ്റിന്റെ ആണ് എലോറ കേവ്സ്. സോ ഓൾ ഓഫ് ദി എലോറ മൊമെന്റ്സ് വെർ ബിൽഡ് ഡ്യൂറിംഗ് ദ രാഷ്ട്രകൂത ഡൈനാസ്റ്റിയിലാണ് ഇത് മോസ്റ്റ്ലി പണി നടക്കുന്നത്. സോ ഡെപിക്ഷൻ ഓഫ് 24 ജിന്നാസിനെയും, അതായത് ജിന്നാസ് എന്ന് പറഞ്ഞാൽ അറിയാലോ 24 ത്രിതങ്കരാസുനെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ ഡെപിക്ട് ചെയ്യുന്നുണ്ട് ഈ എലോറ കേവ്സിൽ. ഇനി സിത്തനവാസൽ തമിഴ്നാട്ടിലുള്ളതാണ്, തമിഴ്നാട്ടിലുള്ള ജെയിൻ ടെമ്പിൾ ആണ് സിത്തനവാസൽ. സോ ഇത് ബേസിക്കലി ഇനിഷ്യലി ജൈനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഷൈവൈറ്റ് ടെമ്പിൾ ആയിരുന്നു. കിങ് ഓഫ് മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ്, പല്ലവ കിങ്ഡത്തിലെ മഹേന്ദ്രവർമ്മന്റെ കീഴിലുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്താണ് ഇനിഷ്യലി ബിൽഡ് ചെയ്തിട്ടുള്ള ടെമ്പിൾ ആണ്. സോ സിത്തനവാസൽ എന്നുള്ളത് ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പോവാട്ടോ. ഇനി അനദർ ഫിലോസഫി എന്ന് പറയുന്നത് അജീവികാസ് ആണ്. അജീവികാസും ഇതേ സമയത്ത് തന്നെ ഉണ്ടായതാണ്. ഓക്കെ, എല്ലാം മൗര്യന്മാരാണ്. നിങ്ങൾ നോക്കിയേ, ജൈനിസം ആരാണ് പ്രൊമോട്ട് ചെയ്തത്, ജൈനിസം പ്രൊമോട്ട് ചെയ്താണ് ചന്ദ്രഗുപ്ത അല്ലെ, മൗര്യന്റെ ഫസ്റ്റ്. പിന്നെ രണ്ടാമത് വന്നത് നമ്മൾ എന്താണ്, ബുദ്ധിസം പഠിച്ചു. ബുദ്ധിസം പഠിച്ചപ്പോൾ ബുദ്ധിസം പ്രൊമോട്ട് ചെയ്ത അശോക, വീണ്ടും മൗര്യ. മൂന്നാമത് നമ്മൾ അജീവികാസ് നോക്കുവാണെങ്കിൽ ബിന്ദുസാരയാണ് അജീവികാസ് ചെയ്യുന്നത്. ഈ ബിന്ദുസാര എന്ന് പറയുന്ന ആരാണ്, ചന്ദ്രഗുപ്തന്റെ മകനും അശോകന്റെ അച്ഛനും. സോ ഈ ഒറ്റ ഒരു കാര്യം മാത്രമേ ബിന്ദുസാരനെ പറ്റി നല്ലത് പറയാനുള്ളൂ. സോ ബിന്ദുസാര നോൺ ഇൻ ഹിസ്റ്ററി ആസ് ദ സൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫാദർ ആൻഡ് ഫാദർ ഓഫ് ഗ്രേറ്റസ്റ്റ് സൺ. അല്ലാതെ ബിന്ദുസാരയ്ക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ചില വീടുകളിൽ ചെന്നുമ്പോൾ നമ്മൾ അച്ഛൻ അടിപൊളിയായിരിക്കും, ഭയങ്കര കഴിവുള്ള അച്ഛൻ. നമ്മളെ അച്ഛന് ഭയങ്കര കഴിവാണെങ്കിൽ പിന്നെ നമുക്ക് വല്ല വിലയുണ്ടാവോ? നമ്മൾ ഇന്ന് ആലോചിക്കും, നമ്മൾ മകനും ഭയങ്കര പ്രോഡിജി, ഭയങ്കര കഴിവ്. അപ്പൊ നമ്മൾ ആരായിരിക്കും, ഒരു മണ്ടൻ, ഇറലവന്റ്. അങ്ങനെയുള്ള ഒരു വീട്ടിൽ ജീവിക്കുന്നതിനെക്കാട്ടും ഭേദം ജീവിക്കാതിരിക്കുന്നതാണ്. അച്ഛനും ഭയങ്കര ബുദ്ധി, മകനും ഭയങ്കര ബുദ്ധി, നമ്മൾ മണ്ടനും. സോ ഈ ഒരു സിറ്റുവേഷൻ ആണ് ബിന്ദുസാരന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഈസ് എ സൺ ഓഫ് എ ഗ്രേറ്റസ്റ്റ് ഫാദർ ആൻഡ് ഫാദർ ഓഫ് എ ഗ്രേറ്റസ്റ്റ് സൺ. അതുകൊണ്ട് എന്താണ്, ആ ഒരു റെലവൻസ് ആണ് ബിന്ദുസാരയ്ക്ക് ബേസിക്കലി ഉള്ളത്. സോ ബിന്ദുസാരന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിന്ദുസാര ഈ പറഞ്ഞ പോലെ, ബിന്ദുസാര എന്തുകൊണ്ട് അജീവിക സെറ്റിൽ പോയി എന്നുള്ളത് നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാവും. അജീവിക സെറ്റും ഈ പറഞ്ഞ പോലെ ബുദ്ധ ഇറങ്ങി, അതുപോലെ ജെയിൻ ഇറങ്ങി, ഇവരൊക്കെ വീട് വിട്ടിറങ്ങി. ഇതുപോലെ വീട് വിട്ടിറങ്ങി ഇവരുടെ ഒരു കൂട്ടുകാരനാണ്, അത് ഇവരുടെ കൂടെ തന്നെയുള്ള ഒരു മച്ചാനാണ്. ബേസിക്കലി ഇയാളുടെ പേരോട് പോയി, ഓക്കെ, അജീവ ബിലീഫ് സിസ്റ്റം വാസ് ഐഡിയ ഓഫ് സജസ്റ്റഡ്, ഓക്കെ, മക്കാലി ഗോസ്ല എന്നാണ് ഇയാളുടെ പേര്. സോ മക്കാലി ഗോസ്ല എന്ന 5th സെഞ്ചുറിയിൽ ഇതുപോലെ തന്നെ ബുദ്ധനെ പോലെ തന്നെ ഇവരെ ഒന്നിച്ച്, ഏകദേശം ഇവരെല്ലാം കണ്ടംപററീസ് ആണ്, ഇവരൊക്കെ ഒന്നിച്ചാണ്. അപ്പൊ ഇവർ അപ്പുറത്തപ്പുറത്തെ കാടുകളിലായിട്ട് ഇവന്മാരൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ കാലം കഴിഞ്ഞപ്പോൾ ബുദ്ധയ്ക്ക് എന്ത് ചെയ്തു, മെഡിറ്റേഷൻ ചെയ്ത് ബുദ്ധയ്ക്ക് സംഭവം കിട്ടി, ബുദ്ധയ്ക്കും കിട്ടി, അതേപോലെ മഹാവീരയ്ക്കും കിട്ടി. ഇവർക്കൊക്കെ എന്ത് ചെയ്തു കിട്ടി, എൻലൈറ്റ്മെന്റ് കിട്ടി. മച്ചാൻ കുറെ കാലം ഇരുന്നിട്ടും മച്ചാൻ എൻലൈറ്റ്മെന്റ് കിട്ടിയിട്ടില്ല. സോ ഈ വാസ് വെരി ഫ്രസ്ട്രേറ്റഡ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ 3 പേര് ഒന്നിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നു, നിങ്ങൾ ബാക്കി 2 പേർക്കും സിവിൽ സർവീസ് കിട്ടി, നിങ്ങൾക്ക് മാത്രം സിവിൽ സർവീസ് കിട്ടിയില്ല. നിങ്ങൾ ആ മൊമെന്റ് തൊട്ട് എന്ത് ചെയ്യും, നിങ്ങൾ എത്ര പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടില്ല. ആ മൊമെന്റ് തൊട്ട് സിവിൽ സർവീസ് മണ്ടന്മാരുടെ എക്സാം ആണ്, ബുദ്ധിയുള്ളവർക്കൊന്നും സിവിൽ സർവീസ് കിട്ടില്ല, ഇത് മൊത്തം ഫ്രോഡാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. സോ അതേ അവസ്ഥയാണ് മക്കാലി ഗോസ്ലേന്റെയും. ദേ ആർ കണ്ടംപററീസ്, ദേ ആർ ടുഗദർ. സോ ഇവർ പല സ്ഥലങ്ങളിലായിട്ട് കാട്ടിക്കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട് എൻലൈറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ബുദ്ധയ്ക്കും കിട്ടി, മച്ചാനും കിട്ടി, ഈ ചങ്ങായിക്ക് കിട്ടിയില്ല. ചങ്ങായി അപ്പൊ തന്നെ പുതിയൊരു ഫിലോസഫി ഇറക്കി. ആ ഫിലോസഫിന്റെ പേരാണ് അജീവികാസ്.
അജയ് വികാസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു വിധിയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എല്ലാം വിധിന്റെ പേരിലാണ്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ജീവിതത്തിനെല്ലാം ഒരു വിധി, ആ വിധിക്ക് അനുസരിച്ച കാര്യങ്ങൾ നടക്കും. നമ്മൾ കുറെ നേരം എൻലൈറ്റ്മെന്റ് ഇരുന്നിട്ടോ നമ്മൾ കുറെ നേരം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടോ ഒന്നും നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. നമുക്ക് ഈ ജീവിതത്തിൽ ഹ്യൂമൻസിന് ഒന്നും ചെയ്യാനില്ല, ഒരു ഗുണവും ഒരു പണിയും ചെയ്യാനില്ല. സോ ദർ ഈസ് എ ഫെയ്ത്ത്. ഐഡിയ ഈസ് എവറിത്തിങ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ്, എല്ലാം ഡിറ്റർമൈൻഡ്. ഇപ്പൊ സിവിൽ സർവീസ് നിങ്ങൾ കയറണ്ടോ എന്നുള്ളത് ഓൾറെഡി തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കൊന്നും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അത് കിടന്നങ്ങ് ഉറങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിന്റെ ദിവസം അവിടെ നിന്ന് പോയിരുന്നിട്ട് എന്തെങ്കിലും പേപ്പറിൽ എഴുതി വെക്കുക. കാരണം ഓൾറെഡി ഇറ്റ് ഈസ് ഡിസൈഡഡ്, എവറിത്തിങ് ഈസ് ഫെയ്ത്ത് ആണ്, നിയത്താണ്. ഹ്യൂമൻ ഡു നോട്ട് ഹാവ് എനി ഇൻഫ്ലുവൻസ് ഇൻ ഔട്ട്കം. അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾ ഒരു പണി എടുക്കണ്ട. അതെന്താണ്, ഫ്രസ്ട്രേറ്റഡ് ജീവിതമാണ്. മച്ചാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്. 10-20 കൊല്ലം മച്ചാൻ ഇരുന്നിട്ട് എൻലൈറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇരുന്ന് സാധനം കിട്ടിയിട്ടില്ല. ഓക്കെ, ആ സാധനം കിട്ടാതിരിക്കുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല. ആ ഒരു ലൈഫിന്റെ ഒരു രീതിയായിരിക്കും എന്ത് അജയ് വികാസിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് എന്തുകൊണ്ട് ബിന്ദുസാർ ഇപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബിന്ദുസാർ എന്താണ്, ബിന്ദുസാറിന്റെ അച്ഛൻ അടിപൊളി മനുഷ്യനാണ്, മകനും അടിപൊളിയാണ്. മച്ചാൻ ഇതൊന്നും ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല, ഇത് എങ്ങനെയാണ് രാജ്യത്തിൽ ഫേമസ് ആവുക എന്നുള്ളതോ രാജ്യം അടിപൊളിയായിട്ട് എങ്ങനെ ഭരിക്കുന്നുള്ളത് ബിന്ദുസാരയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബിന്ദുസാരയും തീരുമാനിച്ചു, അടിപൊളി, എനിക്ക് പറ്റിയ സാധനം എന്താണ്, ഇതാണ്. അപ്പം അച്ഛൻ ജൈനിസം പ്രൊമോട്ട് ചെയ്തു, മകൻ എന്ത് ചെയ്തു, അച്ഛന്റെ മോൻ ബിന്ദുസാര എന്ത് ചെയ്തു, അജയ് വികാസ് പ്രൊമോട്ട് ചെയ്തു, ബിന്ദുസാരന്റെ മോൻ എന്ത് ചെയ്തു, ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, സോ ഈവൻ പിന്നെ അശോക എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇനീഷ്യൽ ലെവലിലൊക്കെ ഈ അജയ് വികാസിന് വേണ്ടി കേവ്സ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് ബേസിക്കലി. ഇപ്പൊ ഇവരെ പിക്ചറൊക്കെ നോക്കി കണ്ട, മച്ചന്മാര് കിടന്നുറങ്ങി, മച്ചന്മാർ എൻജോയ്മെന്റ് ലൈഫാണ് ഫുൾ കംപ്ലീറ്റ്ലി. എന്താണ്, ഇവര് ആത്മയിൽ വിശ്വസിക്കുന്നുണ്ട്, ആറ്റംസിൽ വിശ്വസിക്കുന്നുണ്ട്, കൈൻഡ് ഓഫ് എ മെറ്റീരിയലിസ്റ്റിക് ലൈഫാണ്, ചിൽ ലൈഫ്, അടിപൊളി ലൈഫ്, ഡോണ്ട് ഡു എനിത്തിങ്, ജസ്റ്റ് എൻജോയ് ദ ലൈഫ്. അതാണ് മച്ചാന്റെ കാര്യം എന്ന് പറയുന്നത്. ഈ ബിന്ദുസാരയ്ക്ക് ബിന്ദുസാര എന്നുള്ള പേര് വരാനുള്ള കാരണം നിങ്ങൾക്ക് അറിയില്ലേ? സോ ദർ ഇസ് എ സ്റ്റോറി. ബിന്ദുസാരയ്ക്ക് എന്താണ് ബിന്ദുസാര എന്ന് പേര്? ബിന്ദുസാര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചോപ്പ് എന്നുള്ളതാണ്. സാര എന്ന് പറഞ്ഞാൽ ചോപ്പിൽ കുളിച്ച കുഞ്ഞെന്നാണ്. എന്തുകൊണ്ടാണ് ബിന്ദുസാരനെ ബിന്ദുസാര എന്നുള്ള പേര് വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൂടെ മച്ചാൻ ഉണ്ടല്ലോ, ആര്, കൗടില്യ. കൗടില്യ എന്താണ്, പുള്ളി പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണല്ലോ. അപ്പൊ പുള്ളിക്ക് അറിയാം, ഈ രാജാവിനെ ആളുകൾ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ വെപ്പൺസ് ഉപയോഗിച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, ബിക്കോസ് മൗര്യൻ ഹാസ് എ സ്ട്രോങ് ആർമി. അപ്പൊ രാജാവിനെ കൊല്ലാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കൂടെ കയറി സ്പൈസ് കയറിയിട്ട് ഫുഡിലൊക്കെ വിഷം കലർത്തിയിട്ടായിരിക്കും കൊല്ലാനുള്ള ചാൻസ്. അപ്പം ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കൗടില്യ എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജാവിന്റെ ഫുഡ് മാത്രം സെപ്പറേറ്റ് ഉണ്ടാക്കും. ഈ ഫുഡിൽ എല്ലാ ദിവസവും ചെറിയ എമൗണ്ട് ഓഫ് ടോക്സിക്സിന്റെ ആഡ് ചെയ്യും. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ടോക്സിക്, വിഷം ചെറുതായിട്ട്, ചെറിയ വലിയ ക്വാണ്ടിറ്റി ഇല്ല. ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം എലി വിഷം ഇട്ട് തരും, അടുത്ത ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടി എലി വിഷം ഇട്ട് തരും. അങ്ങനെ ഓരോ ദിവസം ഇച്ചിരി 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 എന്ത് ചെയ്യും, വിഷം ഇട്ടുകൊണ്ടേയിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിഷം കഴിച്ചു വരുമ്പോൾ നിങ്ങൾ എന്ത്, യു വിൽ ബി ഗെറ്റിംഗ് റെസിസ്റ്റൻസ് വിത്ത് പർട്ടിക്കുലർ ടോക്സിസിന്റെ. അപ്പം പുള്ളിയുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും എന്ത് സംഭവിക്കാൻ പാടില്ല, വിഷം കലർത്തിയാലും രാജാവിന് അത് ഏൽക്കില്ല, ബിക്കോസ് ഈ ഓൾറെഡി ടോളറന്റ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വളരെ മൈന്യൂട്ട് ലെവലിൽ ഇനിഷ്യലി ഫുഡിൽ ഇത് ആഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ആ സമയത്താണ് ബിന്ദുസാര കുറച്ച് കഴിഞ്ഞാൽ ബിന്ദുസാരന്റെ അമ്മ എന്ത് ചെയ്യുന്നത്, ഗർഭിണിയാവുന്നത്. ഈ ഗർഭിണിയാവുന്ന സമയത്ത് ഭയങ്കര, നമുക്ക് എന്ത്, പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഭയങ്കര ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹവും ഭയങ്കര വാശിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഇതെന്ത് ചെയ്തു, ചന്ദ്രഗുപ്ത മൗര്യക്കുള്ള ഫുഡ് പോയി ഈ പുള്ളിക്കാരി കഴിക്കാൻ പോയപ്പം കൗടില്യ പറഞ്ഞു കഴിക്കരുത്, അത് രാജാവിനുള്ള ഫുഡാണ്, അത് കഴിക്കാൻ സമ്മതിച്ചില്ല. ഇതില് കലിപ്പ് മൂത്ത്, അതെന്താ എന്റെ ഭർത്താവിന്റെ ഫുഡ് എനിക്ക് കഴിച്ചാലെന്ന് പറഞ്ഞിട്ട് ആരും കാണാതെ പിന്നീട് എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരി വന്ന് ഈ ഫുഡ് കഴിക്കും. ഈ പുള്ളിക്കാരി ഇത് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് പുള്ളി നിറവേറായിരുന്നു. ആ സമയത്തൂടെ ബ്ലഡ് വരാൻ തുടങ്ങും. ആ ബ്ലഡ് വന്ന് പുള്ളിക്കാരി ഛർദ്ദിക്കും. ആ സമയത്ത് ബേസിക്കലി ബ്ലഡോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫൈനൽ എൻഡിങ് ഈ ടോക്സിക്കന്റെ ഉള്ളിൽ ചെന്നിട്ട് ആണ് ഇത് എന്ത് ചെയ്യുന്നത്, ബിന്ദുസാര ജനിക്കുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടീനെ ബിന്ദുസാര എന്ന് വിളിക്കാൻ കാരണം, രക്തത്തിൽ കുളിച്ച കുട്ടി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം അതേപോലെയാണ് എന്ത് ചെയ്യുന്നത് മച്ചാൻ. അതുകൊണ്ട് ആ ഒരു പ്രസക്തിയൊക്കെ മാത്രം മച്ചാനുള്ളൂ, വലിയ രീതിയിൽ മച്ചാൻ ഫുള്ള് സിമ്പിൾ ലൈഫ്. ഓക്കെ, സോ ഇവിടെ എവിഡൻസ് ഓഫ് അജയ് വികാസ് എന്ന് പറയുന്നത് കൂടുതൽ എവിഡൻസ് ഒന്നുമില്ല. ബരാബർ കേവ്സ് ഓഫ് ഗയയിലാണ് ബേസിക്കലി ഇതിന്റെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത്. സോ എവിഡൻസ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ ഇൻസ് സുധമ കേവ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് അശോക എന്ത് ചെയ്യുന്നുണ്ട്, കേവ്സ് കൊടുത്തിട്ടുണ്ട് ബരാബർ ഹിൽസിൽ. കാരണം ഇനിഷ്യലി അജയ് വികാസിന്റെ കൂടെ തന്നെ അശോകയും ഉണ്ടായിരുന്നു. കാരണം അച്ഛന്റെ ആണല്ലോ, അച്ഛന്റെ കൂടെ മച്ചാൻ ഉണ്ട്. പിന്നീടാണ് മച്ചാൻ എന്ത് ചെയ്യുന്നത്, ബുദ്ധിസത്തിലേക്കൊക്കെ മാറുന്നത്. ഇതുപോലെ തന്നെ ഇവരുടെ കേവ്സിന്റെ സെമി സർക്കുലർ ആയിരിക്കും ഇവരുടെ പാത്വേ. കണ്ട, ഇങ്ങനെ ഒരു പകുതി സർക്കുലർ ആയിട്ടുള്ള ഒരു എൻട്രി ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റാ ഷേപ്പിലുള്ള എൻട്രി ആണ് കേവ്സിന് ഉണ്ടാവുക അജയ് വികാസിന്റെ, വിച്ച് ഈസ് വൺ ഓഫ് ദ ഇനിഷ്യൽ നോട്ടഡ് ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അനദർ ഇൻസ്ക്രിപ്ഷൻ നാഗാർജുന ഹില്ലിലാണ്. ഇവിടെയും അശോക ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അശോകന്റെ നാഗാർജുന സൈഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അശോകന്റെ ഗ്രാൻഡ് സൺ ആണ്, ദശരഥ മൗര്യ. അപ്പോഴേക്കൊക്കെ മൗര്യ ഏകദേശം തകരാറായിട്ടോ, തീർന്നു, ബേസിക്കലി ഇല്ല.
അപ്പൊ ദശരഥ മൗര്യ അതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അജയ് വികാസിനെയൊക്കെ ഓരോ മൊണസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ആരും അജയ് വികാസിന് സപ്പോർട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു 14th സെഞ്ചുറി ആയപ്പോഴേക്ക് അജയ് വികാസ് ഇല്ലാതായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, കുറെ ഫിലോസഫി ഉണ്ടാവുന്നുണ്ട് ആ സമയത്ത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫിലോസഫീസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്തുന്നുള്ളൂ. ഈവൻ ബുദ്ധിസം ഇന്ത്യയിൽ ഇപ്പൊ വളരെയായിട്ട് ഇല്ല. ബുദ്ധിസം മൊത്തം എന്ത് ചെയ്തു, ഔട്ട്സൈഡ് ഇന്ത്യയാണ് കംപ്ലീറ്റ്ലി ഉള്ളത്. ജൈനിസം ഇന്ത്യയിൽ തന്നെ പുറത്തു പോയിട്ടില്ല, പക്ഷെ വളരെ കുറച്ച് ആളുകൾ, വെരി ലെസ് പോപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ജൈനിസം. സോ ഇത്രയാണ് ഉള്ളത്. ഉള്ള ആളുകൾ സ്ട്രോങ് ആണ്. അമിത്ഷാജി, നമ്മുടെ എല്ലാ ആളുകളും ഉണ്ട് അതിനകത്ത്. ഓക്കെ, സോ ഫാറ്റലിസം നോക്കുകയാണെങ്കിൽ അജയ് വികാസ് എന്താണ്, അജയ് സെക്രട്ടറി ഫിലോസഫി സെന്റർ നിയത്തിയാണ്, അതായത് എല്ലാം എന്താണ് മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അബ്സല്യൂട്ട് ഫാറ്റലിസം ഡിറ്റർമിനേറ്റ്സ് എവരിത്തിങ്, പ്രീ ഡിറ്റർമൈൻഡ്, ഫ്രീ വിൽ ഈസ് ഡിനൈഡ്. നമുക്കൊന്നും ചെയ്യാനില്ല. ഈ മോക്ഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇരുന്നിട്ട് പണിയെടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ ജനിക്കും മരിക്കും ജനിക്കും മരിക്കും. ഒരു ടൈം എത്തുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മോക്ഷം കിട്ടിക്കോളും എപ്പോഴെങ്കിലും ഒക്കെ. വെറുതെ അതിന് കഷ്ടപ്പെടണ്ട. ആൻഡ് റിജക്ടിങ് കർമ്മ ഫാലസി അഫൈങ് ദാറ്റ് ഈച്ച് ബീങ് പൊസസ് ഓഫ് എ ആത്മാവിനെ, സോളിനെ ഇവർ അംഗീകരിക്കുന്നുണ്ട്. ബർത്ത് ആൻഡ് റീബർത്ത് ഇവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, അതിനുവേണ്ടി പണിയൊന്നും എടുക്കണ്ട. തന്നെ നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ നടക്കും അമ്മണി, ഇല്ലെങ്കിൽ നടക്കൂല. അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ അജീവിക സെക്ട് പ്രൊപ്പോസ്ഡ് എ തിയറി ഓഫ് എലമെന്റ്സ് അക്കിൻ ടു വൈശേഷിക സ്കൂൾ പോലെ തന്നെ എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ഓഫ് ആറ്റം. മെറ്റീരിയലിസ്റ്റിക് സ്കൂൾ ആണ് ഇവരും, മെറ്റീരിയലിസ്റ്റിക് ആണ്. അതായത് എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ഓഫ് ആറ്റംസ് ആണ്. അപ്പൊ എല്ലാ സാധനവും എന്ത് ചെയ്തു, ഓരോ കോസ്മിക് ആറ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇതിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ല, ഒന്നും ചെയ്യാനില്ല. തിന്ന് കിടക്ക ഉറങ്ങുക, ലൈഫ്. ഇതാണ് അജയ് വികാസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഫിലോസഫിയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് കേട്ടോ. ബുദ്ധിസം, ജൈനിസം, അതേപോലെ എന്ത് ചെയ്യുക, അജയ് വികാസ്. ഇപ്പൊ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഇതൊന്ന് റിവിഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ഓർത്ത് വെക്കാൻ പറ്റും. ഫാക്ട്സ് ആയ കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോകും, ഓക്കെയാണ്. പിന്നീട് എന്ത് ചെയ്യുക, ഈ നോട്ട്സ് കീപ്പ് ചെയ്തിട്ട് റിവിഷൻ ചെയ്യുക. കോംപ്രിഹെൻഡ് ആയിട്ട് പല സോഴ്സുകളിൽ നിന്ന് എടുത്ത് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഏകദേശം ഇവിടെ തന്നെ കിട്ടും. അപ്പം ഇത്രയും നോക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, എക്സാം ഒക്കെ എല്ലാവരും എഴുതുക കേട്ടോ. താങ്ക് യു.